നാം. എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്? ഈശോയുടെ തിരുരക്തത്തിലൂടെ മാത്രമാണ് ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഈശോയുടെ തിരുരക്തത്തിന്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ്, ഈശോയുടെ തിരുരക്തത്തിലൂടെ മാത്രമാണ് ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത്, നീതീകരണം നടക്കുന്നത്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. എന്താണ് ഇവിടെ ക്രോധം എന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഉദ്ദേശിച്ചിരിക്കുന്നത്? ക്രോധം നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ദൈവം ഈ ഭൂമിയുടെ സൃഷ്ടിക്ക് ശേഷം പല സമയങ്ങളിൽ, അതായത് മനുഷ്യർക്കിടയിൽ പാപം വർദ്ധിച്ചപ്പോൾ ആ പാപത്തിന്റെ ആ വർധനവ് പ്രപഞ്ചത്തിൽ നിറഞ്ഞ സമയങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് ആ പാപത്തിന്റെ പരിണിത ഫലങ്ങളിലൂടെയുള്ള നാശങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ഉണ്ടായിരുന്നു. ഈ റോമാലേഖനത്തിന് 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇപ്പൊ എങ്ങനെയാണ് ലോകത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ഒരു മനുഷ്യൻ മൂലം. ആരാണ് ആ മനുഷ്യൻ? ആദത്തിൽ നിന്ന് ഹവയുണ്ടായപ്പം മനുഷ്യകുലത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ആദം ചെയ്ത ആ പാപവുമായിട്ട് കണക്ട് ചെയ്യുവാണ്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മോശയിലൂടെ ദൈവകൽപ്പനകൾ നൽകുന്നതിന് മുൻപ് തന്നെ എന്തുണ്ടായിരുന്നു? പാപം ലോകത്ത് ഉണ്ടായിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയം ഭൂമിയിൽ വന്നത് നമുക്കറിയാം, അല്ലെ? പിന്നീട് മോശയുടെ കാലഘട്ടത്തിൽ മോശയിലൂടെ ദൈവം കൽപ്പനകളെ നൽകി. എന്തിനാ ദൈവം ആ കൽപ്പനകളെ നൽകിയത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഈ റോമാലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കൽപ്പനകൾ നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. അപ്പം എന്താണ് തെറ്റ്? ഈ പ്രപഞ്ചത്തില് ക്രോധം, ദൈവികമായ അല്ലെങ്കിൽ പാപം പെരുകുമ്പോൾ വരുന്ന നാശം, ഇതിന്റെ റീസൺ മനുഷ്യന് മനസ്സിലാക്കണം. എന്താണ് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ചെയ്യുന്ന തിന്മകളിലൂടെ പ്രപഞ്ചത്തിൽ വരുന്ന അല്ലെങ്കിൽ ലോകത്തിൽ വരുന്ന നമ്മൾ പോലും അറിയാതെ അതിന്റെ കോൺസിക്വൻസസ്. അപ്പൊ പാപത്തിന്റെ കുറിച്ചൊരു ബോധം ഉണ്ടാകുകയാണ് കൽപ്പനകളിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ ആ കൽപ്പനകളിലൂടെ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യനും കൽപ്പനകളിലൂടെ നീതീകരിക്കപ്പെടുന്നില്ല. റോമ 3:20. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇപ്പൊ ഒരു വ്യക്തി എന്ന് ദൈവത്തിന്റെ സന്നിധി പറയാം, ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന വ്യക്തിയാണ്, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് കൊണ്ട് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? അവൻ ആശ്രയിക്കുന്ന ആ കൽപ്പനകൾക്ക് അവന് ജീവൻ നൽകുവാൻ സാധിക്കത്തില്ല. അത് നൽകുവാൻ സാധിക്കുന്ന ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. അപ്പം ഈശോയുടെ അരികിൽ ഓരോ വ്യക്തികൾ വന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവരാണ്. പല ജൂതന്മാരും നിയമജ്ഞരും ഈശോയുടെ അരികിൽ വന്നിട്ട് അവർക്കൊരു ബോധ്യമുണ്ട്, അവര് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, അവർ ഒരുപാട് കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് എപ്പോഴും അങ്ങനെയുള്ളവരെ, സ്വയത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ കർത്താവ് എപ്പോഴും മാറ്റി നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാർത്താടെ മറിയത്തിന് വീട്ടിൽ ഈശോ വന്ന സമയത്ത് മാർത്ത വ്യഗ്രചിത്തയായിരുന്നു. നമ്മളെല്ലാവരും ചെയ്തു, നമ്മുടെ വീട്ടിൽ ഈശോ വരുവാൻ നമ്മൾ വ്യഗ്രചിത്തരാകത്തില്ലേ? ഈശോനെ അങ്ങനെ പ്രീതിപ്പെടുത്തണം. അതാണ് കർത്താവ് എന്ത് ചെയ്താൽ കർത്താവ് പ്രീതിപ്പെടും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുക. കാര്യം മാർത്ത ചെയ്ത് ശരിയാണ്. മറിയം എന്താ ചെയ്തത്? മറിയം ഈശോയുടെ പാദപീഠത്തിൽ വന്ന് ഇരിക്കുക. നമ്മൾ ചിന്തിച്ചവർ വീട്ടിലൊരാൾ വരുമ്പോഴത്തേക്കും അയാളുടെ അടുത്ത് വന്ന് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ശരിയാണോ? അവിടെ യേശു പറയണം, മറിയം തെരഞ്ഞെടുത്തത് ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു. ഇവിടെ ദൈവം പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൂടി ദൈവം കാണിച്ചു നൽകുകയാണ്. പുതിയ നിയമത്തിൽ, അതായത് ഇന്ന് ദൈവം ഒരു വ്യക്തിയിൽ ദൈവത്തെ ആർക്കാണ് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരൊറ്റ ഗ്രൂപ്പ് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അത് ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു കാൽവരി മലമുകളിൽ. ആ മരണത്തിലൂടെ ഈശോ ചിന്തിയ വിലയേറിയ തിരുരക്തത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ച് ഈശോയിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നവനാരോ അവനാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ.
ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ, ഈശോയുടെ പരിഹാര ബലിയെ വിശ്വസിച്ച് ഈശോയുടെ പരിഹാര ബലിയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ കരുണയെ, കൃപയാര് സ്വീകരിക്കുന്നുവോ അവരാണ് ദൈവത്തിന്റെ പ്രീതിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ. ബാക്കിയെല്ലാം സെക്കൻഡറിയായി മാറുകയാണ്. ബാക്കി സ്വന്തം വികൃതിയിൽ, സ്വന്തം പ്രാർത്ഥനയിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതെല്ലാം ഒരു മാർത്ത ചെയ്ത പോലത്തെ കാര്യമായി മാറുകയാണ്. എന്നാൽ ഈശോയിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമാണ്, പ്രീതിജനകമാണ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് തിരികെ മടങ്ങി വരാം. അവിടെ നമ്മൾ ഇപ്പോൾ ഇപ്രകാരം കാണുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തില്, ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ആരാണ് ദൈവത്തിന്റെ ശത്രുവായി മാറുന്നത്? പൗലോസിനെ പഠിപ്പിക്കുക, നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടു. അപ്പൊ ദൈവവുമായിട്ട് ഒരാൾക്ക് രമ്യതപ്പെടണമെങ്കിൽ എങ്ങനെയാണ് രമ്യതപ്പെടാൻ പറ്റുന്നത്? ഈശോ മിശിഹായുടെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തിലൂടെ മാത്രമാണ്. ഇഫ് യു വാണ്ട് ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് ഗോഡ്, ദാറ്റ്സ് ദ ഓൺലി പോസിബിലിറ്റി. അതിലൂടെ മാത്രമാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. ആ നീതീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു അഭിഷേകത്തെ സ്വീകരിക്കാതെ ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമുക്ക് വേണ്ടി സകലതും അവിടുന്ന് പൂർത്തീകരിച്ചു. എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ഈശോയെ നൽകിയതിലൂടെ എല്ലാം ഈശോയിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് അനുകൂലമാണ്. അങ്ങനെ വിശ്വസിക്കാത്തൊരു വ്യക്തി, വിശ്വാസമില്ലാത്തവനാകട്ടെ, അവിശ്വാസിയാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, കൽപ്പനകൾ സ്വന്തം ശക്തിയിൽ പ്രവർത്തിച്ച് ചെയ്ത് ശ്രമിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവനാകട്ടെ, അവരെല്ലാം ഒരു കാറ്റഗറിയിലോട്ട് വരികയാണ്, ദൈവത്തിന്റെ ശത്രു എന്ന കാറ്റഗറിയിലേക്ക്. ഇത് വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇത്തരത്തിലൊരു കാര്യം, അതായത് ദൈവത്തെ തന്നെ ദൈവം നമുക്ക് വേണ്ടി നൽകി നമ്മളെ നീതീകരിക്കുകയാണ്. ഇതാണ് സുവിശേഷം. ദൈവത്തെ തന്നെ നമുക്ക് നൽകി ദൈവത്തിന്റെ രക്തത്തിലൂടെ നമ്മളെ നീതീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ രക്തത്തിലൂടെ നമ്മളെ നീതീകരിച്ച് നമ്മളെ പുതിയൊരു സൃഷ്ടിയാക്കി, ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് നമുക്ക് നൽകി. ആദം പാപം ചെയ്തപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന ആ കറപ്ഷനിൽ നിന്ന് മുഴുവൻ നമ്മളെ ഈശോയുടെ രക്തത്തിലൂടെ അതിനെ തുടച്ച് നീക്കം ചെയ്ത് നമ്മുടെ സ്പിരിറ്റിനെ ഈശോ ഒരു പുതിയ സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പുതിയ സ്പിരിറ്റ് ഈശോയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇതാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത്. എഫെസോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. എഫെസോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടുന്ന് യേശുക്രിസ്തു നമ്മളോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയിലൂടെ നീതീകരിക്കപ്പെടുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ ദൈവം അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. 7-ാം വാക്യം ഇനിയൊന്നും മനസ്സിലാക്കി നമ്മളൊന്ന് വായിക്കണം. അതായത് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ കുറിച്ച് പറയുകയാണ്. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ദൈവത്തിന്റെ കൃപ എത്ര മാത്രമുണ്ടെന്ന് ഇനി ഭൂമിയിൽ വ്യക്തമാക്കുന്നത് ദൈവത്തിന്റെ മക്കളിലൂടെയാണ്. പറഞ്ഞ ഈശോയെ ആരാധന. ഈശോയുടെ കൃപ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ എത്ര മാത്രമുണ്ടെന്ന് ഈ ഭൂമിയിൽ വ്യക്തമാക്കി കൊടുക്കുന്ന ആരിലൂടെയാ? ഈശോയുടെ മകനായ നിന്നിലൂടെയും എന്നിലൂടെയുമാണ്. അപ്പൊ നിങ്ങളൊരു നിസ്സാരക്കാരനായ വ്യക്തിയല്ല.
മറിയം ഈശോയുടെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ഈശോയിൽ നിന്ന് വരുന്ന കൃപയെ സ്വീകരിച്ചപ്പോൾ ഈശോ അവളെ നോക്കി പറഞ്ഞു, ഇവൾ ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു. ദിവ്യകാരുണ്യ സന്നിധിയിൽ, യേശുവിന്റെ സന്നിധിയിൽ, യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ച ആ രക്തത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ആ വിശ്വാസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ അപരിമേയമായ കൃപയുടെ സമൃദ്ധി നിറയപ്പെടുന്നു. ഈ കൃപയുടെ സമൃദ്ധി എന്തിനാ നിന്നിൽ നിറയപ്പെടുന്നത്? നിന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന ദൈവം നിന്നിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ച ചില വലിയ കാര്യങ്ങളുണ്ട്. 10ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനകത്തേക്ക് ഒരു വ്യക്തി നിറയപ്പെട്ട് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ആ വ്യക്തി പാപത്തിന് മരിച്ചവനായിത്തീരും. ഇത് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയ വ്യക്തിയും കിട്ടാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന റോമാലേഖനം 8ാം അധ്യായത്തിലാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പുതിയ നിയമത്തിന്റെ ക്ലാസ്സുകൾ എടുത്ത ചില മനുഷ്യർക്ക് ഇതെന്തിനാ ഈ ക്ലാസ് എടുക്കുന്നത്, പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിടികിട്ടും, പുതിയ നിയമം എടുത്താൽ പിടികിട്ടത്തില്ല. അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ നിയമത്തിന്റെ അരൂപി പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കുമ്പോൾ അതിന് വിത്ത് നമുക്ക് ഉള്ളിലുണ്ട്. എന്നാൽ ആ വിത്ത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുമ്പോഴാണ് നമുക്ക് പുതിയ നിയമത്തിന്റെ വരങ്ങൾ, പുതിയ നിയമത്തിൽ എന്താണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. റോമാലേഖനം 8ാം അധ്യായം 14ാം വാക്യം, നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് ദൈവത്തിന്റെ മക്കൾ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ഇനി പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരാത്മാവുണ്ട്. അങ്ങനെ ഒരു ആത്മാവുണ്ട്. നമ്മളെ പുത്രസ്വീകാരത്തിന്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകും. അപ്പൊ ചില വ്യക്തികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം കിട്ടിയിട്ടില്ല. അവർക്ക് മാർത്തായുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിംഗ് ആണ് അവരെ നയിക്കുന്നത്. പഴയ നിയമത്തിന്റെ അരൂപി മാർത്തായും മറിയം എന്നുള്ളത് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റുമായിട്ട് വേണമെങ്കിൽ എടുക്കാം. മാർത്ത വ്യഗ്രചിത്തയായിരുന്നു. നമുക്കും വ്യഗ്രചിത്തരാകുന്നുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പില് നമ്മുടെ ഉള്ളിൽ ഈശോ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, ഈശോ എന്നെ സ്നേഹിക്കുമോ, ഈശോയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്താൽ എന്റെ ഈശോനെ പ്ലീസ് ചെയ്യും എന്നുള്ള തോട്ട്സ്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്നൊക്കെ ചെയ്യാനായിരിക്കും ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ ഓർത്തോ, എവിടെയോ നമ്മുടെ ഉള്ളിൽ മാർത്തായിലുണ്ടായിരുന്ന ആ ഒരു സ്പിരിറ്റ് കയറി. അതായത് പഴയ നിയമത്തിന്റെ അരൂപി നമ്മളെ നയിക്കുകയാണ്. ഈ അരൂപി എങ്ങോട്ടാണ് നമ്മളെ എത്തിക്കുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കീഴിലേക്കാണോ? അല്ല. ഇത് നമ്മളെ എത്തിക്കുന്നത് ലിറ്ററലി നമ്മൾ ആദ്യം കേട്ട വചനം റോമലേഖനം 5ാം അധ്യായം, ദൈവത്തിന്റെ ക്രോധം അത് ആരിലേക്ക് വന്ന് ഭവിക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും പാപം ഈ പ്രപഞ്ചത്തിൽ വർദ്ധിക്കുമ്പോൾ അതിന്റെ ആ ഒരു തിന്മയുടെ പരിണിത ഫലങ്ങൾ പ്രപഞ്ചത്തിൽ ദൈവിക ക്രോധം അല്ലെങ്കിൽ ആ നിയമത്തിലൂടെയുള്ള ആ ഒരു വിധി ഈ പ്രപഞ്ചത്തിന്റെ മേൽ വരുമ്പോൾ ആരൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലും പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലും ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിലും നിറയപ്പെടാതെ മാറി നിൽക്കുന്നുണ്ടോ അവരിലേക്കാണ് ഈ ദൈവിക ക്രോധം കടന്നു വരുന്നത്. അപ്പൊ ആരിലേക്കാണ് ദൈവിക രക്ഷ കടന്നു വരുന്നത്? ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഈശോ കുരിശിൽ ചിന്തിയ വിലയേറിയ തിരുരക്തത്തിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് എന്റെ വീണ്ടെടുപ്പ്, യേശുവിന്റെ പരിഹാര ബലിയിലൂടെയാണ് എന്റെ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ഈശോയുടെ രക്തത്തിലൂടെയുള്ള വിശുദ്ധീകരണവും അഭിഷേകവും ഞാൻ സ്വീകരിക്കുന്നു. വേറൊന്നിലേക്കുമല്ല, യേശുവിന്റെ പരിഹാര ബലിയിലൂടെയാണ് ഞാൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അതിലൂടെയാണ് എന്റെ സകല പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. യേശുവിലൂടെയാണ് എന്റെ എല്ലാ ശാപങ്ങളും ഈശോയുടെ കുരിശുമരണത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ രക്ഷയും നീതീകരണവും സൗജന്യമായി കടന്നു വരികയാണ്. അപ്പൊ നമ്മുടെ ഇടവകകൾ, നമ്മുടെ പ്രയർ ഗ്രൂപ്പുകൾ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെല്ലാം ഈ ഒരു റെവലേഷന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടും, പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടും. പക്ഷെ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം യേശു ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത്, അതാണ് എൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ പോയിന്റ്. പക്ഷെ അതിനകത്ത് നിന്ന്
എങ്ങനെയെങ്കിലും ഒരാത്മാവിനെയെങ്കിലും ശുശ്രൂഷകനെയെങ്കിലും മാറ്റിക്കൊണ്ടു പോകും. അതുകൊണ്ട് വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇന്ന് ഈശോയുടെ കുരിശുമരണത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നുള്ളൂ. അത് പ്രസംഗിക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. ഈസി അല്ല. അത് കേൾക്കണമെങ്കിലും ഈസി അല്ല. കേൾക്കണമെങ്കിലും നിയോഗം വേണം, പ്രസംഗിക്കണമെങ്കിലും ദൈവിക നിയോഗം വേണം. കാരണം ആ സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ അരൂപിയുടെ പ്രത്യേകത എന്താ? നമ്മളെ ഭയത്തിലേക്കല്ല പുതിയ നിയമത്തിന്റെ അരൂപി നയിക്കുന്നത്. പുതിയ നിയമത്തിന്റെ അരൂപി നയിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് നയിക്കുന്നത്. പഴയ നിയമത്തിന്റെ അരൂപിയിൽ ആൾക്കാർ പ്രവചനങ്ങൾ നടത്താറ്. ചിലവർ പഴയ നിയമത്തിന്റെ അരൂപിയിൽ പ്രവചനങ്ങൾ നടത്തും. ആ പ്രവചനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയം ഉണ്ടാകും. ഭൂമിയിൽ നാശം വരാൻ പോകുന്നു, അത് തകരാൻ പോകുന്നു, ഇത് തകരാൻ പോകുന്നു. നമ്മളിതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വലിയ ഭയം കൊണ്ടുവരും. ചിലപ്പോൾ അതൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നു. അത് അവരെ നയിക്കുന്നത്, അവരോട് നമ്മൾ മാനുഷികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടികിട്ടത്തില്ല. ഈ പ്രവചിക്കുന്ന ആൾക്കാർ നയിക്കപ്പെടുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്പിരിറ്റാണ് അവരെ നയിക്കുന്നത്. ആ സ്പിരിറ്റ് നയിക്കുന്നത് അവർ പോലും അറിയാതെ അവരൊരു ഡേഞ്ചർ സോണിനകത്തേക്ക് കയറിയേക്കുവാണ്. കാരണം ദൈവിക ക്രോധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് ഈശോയുടെ തിരുരക്തത്തിലൂടെ. ആ തിരുരക്തത്തിന്റെ അഭിഷേകത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തി, ഒരു ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ഹൃദയവും മനസ്സും കർത്താവിന്റെ ആഗ്രഹങ്ങളുമായിരിക്കും ആ വ്യക്തിയിലൂടെ പുറത്തോട്ട് വരുന്നത്. ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെ രക്ഷ പ്രാപിക്കണം. ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? നിന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം. ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? നിന്റെ രോഗം, നിന്റെ മനസ്സിന്റെയും ജീവിതത്തിന്റെയും ഇന്നത്തെ തകർന്ന അവസ്ഥകൾ നിനക്കൊരു മാറ്റം ഉണ്ടാകണം. ഈ മാറ്റം നിന്നിൽ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് നിനക്ക് വേണ്ടി അവിടുന്ന് പാപ പരിഹാര ബലിയായി തീർന്നു. ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു പുതിയ ആത്മാവിനെ, പുതിയ സ്പിരിറ്റ് ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് നൽകിയേക്കുവാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ആ മുറിവുകൾക്കുള്ളിലേക്ക് ഈശോയുടെ അഭിഷേകത്തിലൂടെ സൗഖ്യങ്ങൾ കടന്നു വരുന്നു. ആ സൗഖ്യം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ നിരവധി മേഖലകളിലേക്ക് സ്വർഗം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഈശോയെ സ്തുതിച്ചേ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ, വ്യാപരിക്കട്ടെ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിന് വലിയ ശക്തി നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ ആവരണം ഞങ്ങളുടെ മേൽ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ തിരുരക്തം ജയം. എല്ലാവരും പറഞ്ഞു, ഈശോയുടെ തിരുരക്തം ജയം, ഈശോയുടെ രക്തം ജയം. ഈശോയുടെ തിരുരക്തത്തിന്റെ ആ വലിയ സംരക്ഷണം എന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറഞ്ഞു. എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ ഈശോയുടെ തിരുരക്തം സംരക്ഷിക്കും. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ പ്രത്യേകതയാണ് നമ്മളെ സംരക്ഷിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന ക്രോധത്തിൽ നിന്ന് ഈശോയുടെ രക്തം നമ്മളെ സംരക്ഷിക്കും. നോഹയോട് പെട്ടകം പണിയാൻ ദൈവം പറഞ്ഞു, അല്ലെ? നമ്മളോട് ഇന്ന് ദൈവം പുതിയ നിയമത്തിൽ പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. അപ്പോൾ ഈശോയുടെ ഉള്ളിലാണ് നമ്മൾ. ഈശോയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മൾ ഈശോയുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ സാധിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തമേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു. നമുക്കിങ്ങനെ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെയൊക്കെ കർത്താവിന്റെ തിരുരക്തം കൊണ്ട് അങ്ങ് കഴുകി പ്രാർത്ഥിക്കും. പിശാചിന് തൊടാൻ പറ്റത്തില്ല. കാരണം പിശാചിന് ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം സംരക്ഷിക്കുകയാണ് ഈശോയുടെ തിരുരക്തത്തിലൂടെ. ലോകത്ത് ക്രോധം, നാശങ്ങൾ വരുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സെയിന്റ് ഫൗസ്റ്റീനോട് ഈശോ കരുണയുടെ ജോമാനൊക്കെ നൽകിയപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേല്, ലോകം മുഴുവന്റെ മേലെ കരുണയായിരിക്കണം. there is no other way. ഈശോയുടെ ആ അതിദാരുണമായ പീഡാസഹനങ്ങൾക്കുള്ളിലൂടെയാണ് നമ്മുടെ നീതീകരണവും രക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആത്മാവിൽ ദൈവത്തിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ ആ ആത്മാവിലൂടെ ആ കുടുംബം
രക്ഷ പ്രാപിക്കുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തലന്മാരെ പഠിപ്പിക്കുന്നത് 16-ാം അധ്യായത്തിൽ, അപ്പസ്തല പ്രവർത്തനം 16-ാം അധ്യായം, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുൻപാണ് ഈ വചനം നൽകിയത്. അല്ല, ഈശോയുടെ കുരിശുമരണം, കർത്താവ് രക്തം ചിന്തിയതിന് ശേഷമാണ് ഈ ഒരു വചനം നൽകുന്നത്. അതിനുശേഷം അപ്പസ്തലന്മാർ പഠിപ്പിക്കുകയാണ്, ഈശോയിൽ വിശ്വസിക്കണം, ഈശോ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കണം, അതിലൂടെ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. റോമ 5:17, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. എവിടെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈശോ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് വ്യക്തമായി? ചിലവർ എന്നോട് ചോദിക്കണം, ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നതൊക്കെ ചോദിക്കും. ബൈബിള് അപ്പോൾ റോമാലേഖനം വായിക്കാൻ പറയും. റോമാലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി, നീതിപൂർവകമായ ആ പ്രവൃത്തിയാണ് ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി, ഈശോയുടെ കുരിശിലെ പരിഹാര ബലി. ആ പരിഹാര ബലിയിലൂടെ എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി, ജീവൻ നൽകുന്ന നീതീകരണം. അതാണ് ഹോളി കമ്മ്യൂണിയൻ, ഹോളി മാസ്, പരിശുദ്ധ കുർബാന, കർത്താവിന്റെ കുരിശു ബലിയുടെ ശക്തി, ജീവൻ നൽകുന്ന നീതീകരണമാണ്. ഈശോയുടെ കുരിശു ബലിയിലൂടെ എന്താ സംഭവിക്കുന്ന? പ്രപഞ്ചത്തിനും നമുക്കെല്ലാവർക്കും ജീവൻ ലഭിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും, അവൻ മരിച്ചാലും ജീവിക്കും. എന്റെ രക്തം പാനം ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്, ദൈവികമായ ജീവൻ. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ആ ദൈവികമായ ജീവന്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ നിറയപ്പെടുമ്പോൾ അത് ജീവദായകമായ നീതീകരണത്തിന് കാരണമായി തീരും. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം ആദം മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ എനിക്കറിയാം ചിലവർക്കൊക്കെ ഇത് തലയിൽ ഒരു ബൗൺസർ പോലെ ഇങ്ങനെ മുകളിലോട്ട് പോയത്. എന്താ ഈ പറയണ, പിടികിട്ടണില്ലല്ലോ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവ് എനിക്ക് വചനം ഒന്ന് തുറന്നു തരണമേ പരിശുദ്ധാത്മാവേ, പുതിയ നിയമത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ. കഴിഞ്ഞ ദിവസം ഡൊമിനിക് വാളനാച്ചനൊക്കെ ഈ ഒരു വചനം ശുശ്രൂഷിക്കുന്ന കണ്ട ഒത്തിരി സന്തോഷം തോന്നി. ഈ ഒരു ഭാഗം നമ്മൾ ഹൃദയത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മളിത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും പങ്കുവെക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഇതിലൂടെയാണ് ജീവദായകമായ നീതീകരണത്തിന് നമ്മൾ കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഈശോനെ എന്ന് സ്തുതിച്ച്, ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പുതിയ നിയമത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കർത്താവേ. അവിടുന്ന് കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഈശോയുടെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ ഒരു ജൂലൈ മാസം ഞങ്ങൾക്ക് ഈ ഒരു റെവലേഷൻ നൽകി പുതിയ നിയമത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പസ്തലന്മാര് നയിക്കപ്പെട്ടതുപോലെ പുതിയ നിയമത്തിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സംശയ മനസ്സോടുകൂടി ശുശ്രൂഷകളെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. കണ്ണുകൾക്ക് ശക്തമായ പെയിനുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് പെയിൻ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം തൊടുന്നു, സ്പർശിക്കുന്നു. ഈശോയുടെ കരുണ നിങ്ങളിലേക്ക് അതിശക്തമായി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ഈശോ നമ്മളെ തന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈശോ ആരാധന. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം
14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14 മുതലുള്ള വാക്യം. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയും. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുരക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിന്റെ പരിഹാര ബലിയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇവിടെ നിർജീവ പ്രവർത്തികൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സർക്കംസിഷൻ ചെയ്യുമായിരുന്നു. അതായത് ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ കുഞ്ഞിന്റെ അഗ്രചർമ്മം ഛേദിക്കുന്ന ആ ഒരു സർക്കംസിഷൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവര് ഇന്ന് മുസ്ലിംസ് ചെയ്യുന്ന പോലെ തന്നെ 5 നേരം പ്രാർത്ഥന, അതിൽ കൂടുതലായിട്ടുള്ള മറ്റു പല പ്രാർത്ഥനകൾ, ഈ കാര്യങ്ങളൊക്കെ റിച്വലിസ്റ്റിക് ആയിട്ട് അവർ ചെയ്യും. മുസ്ലിങ്ങൾ നിസ്കരിക്കുമല്ലോ, അതുപോലെ തന്നെ റിച്വലിസ്റ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ജൂതന്മാര് അനുഷ്ഠിച്ചുകൊണ്ട് പോരും. ജൂതന്മാർക്കാണ് ദൈവം ആദ്യം ഈ ഒരു സർക്കംസിഷൻ കാര്യങ്ങളൊക്കെ അബ്രാഹത്തിലൂടെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിനെ ഒരു നിയമം, ആ നിയമത്തിലൂടെ മാത്രമാണ്, അത് പാലിച്ചെങ്കിൽ മാത്രമാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റൈച്ചസ് ആയി തീരുന്നത് എന്നുള്ളൊരു ടീച്ചിങ് അവരുടെ ഇടയിൽ, ഈവൻ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിലോട്ട് പോലും ജൂതന്മാര് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അത് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പഴയ നിയമത്തിന്റെ അരൂപിയാണ് പൗലോസ്ലീഹ മനസ്സിലാക്കി തരുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ ഒരു ഉള്ളടക്കം തന്നെ അതിനെക്കുറിച്ചാണ്. പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്, ഇത് കഴിഞ്ഞ 2000 വർഷക്കാലമായിട്ട് സഭയ്ക്കുള്ളിലും ഈ പഴയ നിയമത്തിന്റെ അരൂപി എങ്ങനെയെങ്കിലും തിരികെ കയറ്റാൻ പിശാച് തലകുത്തി മറിഞ്ഞ് ശ്രമിക്കുകയാണ്. കാരണം അത് സംഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിനല്ല ദൈവമെതിരെ, പഴയ നിയമത്തിലെ വചനത്തിനുമല്ല ദൈവമെതിരെ, പഴയ നിയമത്തിലെ സന്ദേശങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്ന അടിമത്തത്തിന്റെ അരൂപി നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് പുതിയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞത് എന്താണ്, കർത്താവിന്റെ മരണത്തിലൂടെ നമ്മൾ ദൈവമക്കളായി തീരുന്നു, ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്, അതിനൊരു വലിയ അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. പുതിയ നിയമത്തിന് വലിയൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തെ നമ്മൾ മിസ് ഔട്ട് ആക്കും. ഇത് കിട്ടത്തില്ല, ഇത് പിടികിട്ടത്തില്ല. ഇത് പിടികിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാണ്, വാർത്തയെ പോലെ വ്യഗ്രഹീതരായിട്ട് ഞാനിനി എന്ത് ചെയ്താലല്ലേ ദൈവം എന്നെ ദൈവത്തെ ഞാൻ പ്രീതിപ്പെടുത്തുമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ അരൂപിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, വചനം പറയുകയാണ് നമ്മളെ അവ നിർജീവ പ്രവർത്തികളിൽ നിന്ന്, ഈ പഴയ നിയമത്തിലെ ഈ പറയുന്ന സർക്കംസിഷനും മറ്റ് ഉള്ള ബാക്കി എല്ലാ റിച്വൽസും രീതികളും എല്ലാം വചനം പുതിയ നിയമത്തിൽ കാണിക്കുകയാണ്, അത് നിർജീവ പ്രവർത്തികളാണ്. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികം വിശുദ്ധീകരിക്കുകയാണ്, എത്രയധികം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് നിർജീവമായ പ്രവർത്തികളിൽ നിന്ന്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോയുടെ തിരുരക്തത്തെ കുറിച്ചുള്ള, എന്തുകൊണ്ടാണ് യേശു രക്തം ചിന്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനുള്ള നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം ജയം, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു, ഇതൊക്കെ നമ്മൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് പറയാൻ പോലും പറ്റത്തില്ല. ഈ പ്രാർത്ഥന ചെല്ലാൻ പോലും നമുക്ക് പറ്റത്തില്ല. പിശാച് സമ്മതിക്കത്തില്ല. ഇത് ഉള്ളിലോട്ട് ആത്മാവിന്റെ അഭിഷേകം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് നേരവും പ്രാർത്ഥിക്കും. ഇപ്പൊ എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഈശോയെ അവിടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ മുദ്രയിടുന്നു, എന്റെ ഫാമിലിയെ മുദ്രയിടുന്നു, ഈശോയുടെ രക്തം ജയം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ സ്തുതിക്കാൻ നമ്മൾ തുടങ്ങും. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ സംഭവിക്കും ആ സമയത്ത്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്. കാരണം ഈശോയുടെ രക്തത്തിലൂടെ നമുക്കൊരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട് ഈശോയെ വിശ്വസിക്കുന്ന ഓരോ മകനും മകൾക്കും. ഇതൊക്കെ നമ്മൾ ആക്സസ് ചെയ്യണം. ഇത് ആക്സസ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലന്മാര് ജയിലിൽ കിടക്കുമ്പോഴും പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവരുടെ പ്രവൃത്തി കാരണം അത് ഉണ്ടായെന്നല്ല അവർ കാണുന്നത്. അവർ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പിടികിട്ടി ഈശോയുടെ തിരുരക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ കിട്ടി അവർ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണ്. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്.
ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകൾക്കും നടുവിൽ നീ തനിച്ചാൽ ഈശോ കൂടെയുണ്ട്. സ്വർഗം മുഴുവൻ നിന്റെ കൂടെയുണ്ട്. ദൈവം മുഴുവൻ നിന്റെ കൂടെ, ദൈവത്തിന്റെ സർവ്വ സൈന്യവും നിന്റെ കൂടെയുണ്ട്. സ്വർഗം മുഴുവൻ നിന്റെ കൂടെ ഇറങ്ങി വന്ന് നിൽക്കുവാണ്. ഈശോയെ ആരാധന. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് കണ്ണു തുറന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയും പ്രാധാന്യവും എത്രമാത്രമുണ്ട്. 15-ാമത്തെ വാക്യം, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. എന്തുകൊണ്ടാണ്? യേശുവാണ് ദൈവം. ഈശോ സർവശക്തനായ യഹോവയാണ്, സർവശക്തനായ പിതാവാം ദൈവമാണ് എന്നതിന്റെ വ്യക്തമായ പിക്ചർ ഇവിടെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാം നൂറ്റാണ്ടില് അതുണ്ടായ ഒരു വ്യക്തിയുടെ ഒരു ഗൈഡൻസ് കാരണം കുറെ ക്രിസ്ത്യാനികള് ഈ പുതിയ നിയമ പിക്ചറിൽ നേരെ പഴയ നിയമത്തിലോട്ട് പോയി. പഴയ നിയമത്തിന് അരൂപി ആ വ്യക്തിയെ നയിച്ചു. അവരെ മുഴുവൻ വീണ്ടും സർക്കംസിഷനിലേക്കും 5 നേരത്തെ പ്രാർത്ഥനയിലേക്കും അതിലേക്കെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ അവരുടെ ഇടയിൽ നമ്മൾ കടന്നു വന്നാൽ എന്താ? അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനമില്ല. പഴയ നിയമത്തിന്റെ അരൂപിയുണ്ട്. അതിന്റെ ഒരു ശക്തിയോ അതിനാണ് ജൂതന്മാർക്കിടയിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ നിർമ്മലമായ കർത്താവിന്റെ അതിപരിശുദ്ധമായ മഹത്വം, പുത്രസ്വീകാരത്തിന് ആത്മാവ്, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്ത, ഈശോയെ പിതാവെ അപ്പായേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്ത ആ പുത്രന്റെ ആത്മാവ്, ആ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക്, ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം പറയുന്നുവെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഈശോനെ ആരാധിക്കാൻ നീ മടിക്കുക. നീയാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും യോഗ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടവൾ. ഈശോയെ ആരാധന. മരണപത്രം സാധൂകരിക്കപ്പെടുന്ന മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കുക, അതിനൊരു സാധുതയില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻ രോമവും ഹീസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്റെ മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ കൽപ്പനകൾ നൽകപ്പെട്ടിരിക്കുന്നതും ആ സമയത്തും ഇത്തരത്തിലൊരു രക്തത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ നമ്മൾ കാണുകയാണ്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ, പഴയ നിയമത്തിലെ കൽപ്പന ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻ രോമോ ഹീസോപ്പ് ചെടി ഉപയോഗിച്ച് പുസ്തകത്തിന്റെ മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്പം ഉടമ്പടി പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴൊക്കെയും അവിടെ ഒരു കവനന്റിനകത്ത് ബ്ലഡ് ഷെഡ് നമ്മൾ കാണുന്നുണ്ട്. രക്തം അവിടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കുമ്പോഴും അവിടെ ആ വ്യക്തിയുടെ രണ്ടുപേരും കൈ മുറിച്ച് ഒരു പാത്രത്തിനകത്തോട്ട് രണ്ടുപേരുടെയും കൈ കൊണ്ട് മുക്ക് വെക്കും. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി, അത് പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റമാണ്, ലോകത്തിലുള്ള ഒരു സിസ്റ്റമാണ്. അന്ന് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ പോലെ നമുക്ക് കോൺട്രാക്റ്റും സൈനും വക്കീലന്മാരും സീലൊന്നും അന്നില്ല. അന്ന് ഒരാൾ ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേര് കൈ മുറിച്ചിട്ട് ആ മുറിച്ച കൈ രണ്ടുപേരും ഒരു പാത്രത്തിനകത്തോട് മുക്കും. എന്നിട്ട് പറയും ഇതാണ് ഉടമ്പടിയുടെ അടയാളം. എന്നിട്ട് രണ്ടുപേരും ആ ഉടമ്പടി കയ്യിലുള്ള ആ മാർക്ക്, കൈ മുറിഞ്ഞപ്പോൾ പല രീതിയിൽ കൈ മുറിക്കും, ആ മാർക്ക് അവരവിടെ കുറെ നാള് കൈ കീപ്പ് ചെയ്യും. അത് പഴുക്കാൻ അനുവദിച്ച് ആ മാർക്ക് അവിടെ കീപ്പ് ചെയ്യും. കാരണം അത് ഉടമ്പടിയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഉടനീളം ഇത്തരത്തിൽ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലൊരു മാർക്ക് അവിടെ ലീവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈശോ എന്തിനാണ് കുരിശിൽ മരിച്ചത് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ ഉത്തരം നൽകുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് കൈകളിലേക്ക് ആണി കുത്തി തുളയ്ക്കുവാൻ, ഇത്രയും വലിയൊരു മരണം ദൈവം ഏറ്റുവാങ്ങിയത്? ദൈവം എന്തിനാണ് കുരിശിൽ മരിച്ചത് എന്നൊരു ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ 99% ക്രിസ്ത്യാനികൾ മേലോട്ട് നോക്കിയിട്ട് പറയും, എന്തിനാ ദൈവം കുരിശിൽ മരിച്ചത്? അതിനുള്ള വ്യക്തമായ ഉത്തരം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ് വചനത്തിൽ നമ്മൾ കാണുന്നത്? 16-ാമത്തെ വാക്യം,
15-ാമത്തെ വാക്യം, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. ആരാണോ ഉടമ്പടി ഉണ്ടാക്കിയത്, ആരാണോ ഉടമ്പടി നൽകിയത്, ആ ഉടമ്പടി മാറി പുതിയ ഉടമ്പടി നൽകണമെങ്കിൽ അത് നൽകിയവൻ മരിക്കണം. അപ്പൊ ആദ്യത്തെ ഉടമ്പടിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? പഴയ നിയമത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? പഴയ നിയമത്തിൽ മനുഷ്യനും ഉണ്ടായിരുന്നു, ദൈവവും ഉണ്ടായിരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി. ആ ഉടമ്പടി മാറ്റണമെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം. അതാണ് അവിടുത്തെ ഒരു ശിക്ഷ. ഉടമ്പടി ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ മരണം ഉണ്ടാകണം. അതുകൊണ്ടാണ് പരിപൂർണ ദൈവമായ ക്രിസ്തു പരിപൂർണ മനുഷ്യനായി ഭൂമി കടന്നു. ഒരേ സമയം പരിപൂർണ ദൈവമാണ്, പരിപൂർണ മനുഷ്യനാണ്. ഉടമ്പടി മാറ്റി പുതിയ ഉടമ്പടി കൊണ്ടുവരിക. അപ്പൊ പുതിയ ഉടമ്പടി കൊണ്ടുവരണമെങ്കിൽ ദൈവം മരിക്കണം, മനുഷ്യനും മരിക്കണം. അപ്പൊ യേശു കുരിശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പരിപൂർണ ദൈവമായവൻ മരിക്കുന്നു, പരിപൂർണ മനുഷ്യനായവൻ നമുക്ക് വേണ്ടി മരിക്കുന്നു. ഈ മരണത്തിലൂടെ നമുക്കെതിരെ നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇതാണ് കുരിശിൽ സംഭവിക്കുന്ന രഹസ്യം. കാരണം ദൈവം നൽകിയ കൽപ്പനകളിലൂടെ, പഴയ ഉടമ്പടിയിലൂടെ ആ കൽപ്പനകൾ മനുഷ്യൻ പാലിക്കാതിരിക്കുമ്പോൾ അവരിൽ മരണം വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. ഇപ്പൊ കൽപ്പനകൾ, 10 കൽപ്പനകൾ, പഴയ നിയമത്തിലെ കൽപ്പനകൾ, ഈ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ആ ലംഘിക്കുന്ന വ്യക്തികളുടെ മേൽ പിശാചിനൊരു അവകാശം കടന്നു വരികയാണ്. ആ അവകാശം നിമിത്തം മനുഷ്യൻ എപ്പോഴും സാത്താന്റെ അടിമത്തത്തിന്റെ കീഴിലേക്ക് പോയി. ഈ അടിമത്തത്തിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ അവൻ സർക്കംസിഷൻ ചെയ്തുകൊണ്ടോ, 5 നേരം പ്രാർത്ഥിച്ചതുകൊണ്ടോ, തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടോ, നിസ്കരിച്ചതുകൊണ്ടോ ഒന്നും സാത്താന്റെ അടിമത്തത്തിന്റെ ഉള്ളിൽ നിന്ന് ജൂതനോ ഈ ഭൂമിയുള്ള ഒരു മനുഷ്യനോ പുറത്തോട്ട് വരത്തില്ല. അത് പുറത്തോട്ട് വരണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ പാപം നീങ്ങി മാറണം. എന്നാൽ മനുഷ്യൻ അടിമത്തത്തിനകത്ത് പോയേക്കുക. ഈ അടിമത്തത്തിന്റെ ഉള്ളിലേക്ക് അവന് ഒരിക്കലും പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. ഇത് പുറത്തോട്ട് വരണമെങ്കിൽ അവനെ ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക്, ഒരു പുതിയ നിയമത്തിലേക്ക്, ഒരു പുതിയ ഉടമ്പടിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു വരണം. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞ പഴയ നിയമം നല്ലതായിരുന്നെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അതിനകത്ത് ദൈവം അതിനകത്ത് ഫോൾട്ട് അതുകൊണ്ട് മനുഷ്യൻ റൈച്ചസ് ആകുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യനും നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കോറായിട്ടുള്ള മെസ്സേജ്. ഇതാണ് കേട്ടോ. ഇത് പിടികിട്ടിയെങ്കിലേ ഉള്ളൂ ന്യൂ ടെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. റോമാലേഖനം 3. അതിൽ നമുക്ക് ഡൗട്ട് വരും. നമുക്ക് പലപ്പോഴും ഡൗട്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് എന്താ, ന്യൂ ടെസ്റ്റ്മെന്റിന് ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നില്ല. നമ്മുടെ ശാപം മുറിഞ്ഞോ, എന്തുകൊണ്ട് ഈ പൈശാചക്തി, ബന്ധനം, ഇതെല്ലാം നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി നൽകും. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ കാണും, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ നിയമത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ അതുവഴിയായി നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ നീതീകരിക്കപ്പെടുന്നത് എപ്രകാരമാ? പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി കടന്നു വന്ന് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്ന് പഴയ ഉടമ്പടിയിൽ നിന്ന് നമ്മളെ പുതിയ ഉടമ്പടിയിലേക്ക് സ്വന്തം രക്തത്തിലൂടെ അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ഈശോയുടെ മരണത്തിലൂടെ നീതീകരിക്കപ്പെടുന്നു. കൊളോസസ് 1:13 നമ്മൾ കാണുന്നു, ഈശോയുടെ ആ മരണത്തിലൂടെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ച് തന്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. ശക്തമായി സ്തുതിച്ചേ ഈശോയെ, സ്തുതിച്ചേ ഈശോയെ, ഈശോ ഈശോ ഈശോയെ. അഭിഷേകം നയിക്കപ്പെടുന്നതിനായി നന്ദി പറഞ്ഞു. കൊളോസോസ് 1:13 അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. കേട്ടോ, ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. ആരെ വിമോചിപ്പിച്ചു? ആരെ വിമോചിപ്പിച്ചേ? പഴയ നിയമത്തിന്റെ ആ അടിമത്തത്തിന് ഉള്ളിൽ നിന്നിരുന്ന മനുഷ്യരെ ഈശോ പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി കടന്നു വന്നുകൊണ്ട്
ആ പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് ഈശോയുടെ മരണത്തിലൂടെ ഈശോ നമ്മളെ പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നു. ആ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിലൂടെ ഇന്ന് ആ സമയത്ത് സംഭവിച്ച അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ച് തന്റെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് അവിടെ നമ്മളെ പ്രവേശിപ്പിച്ചു. ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി നൽകുവാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവാണ് ദൈവം. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാ ഇവിടെ വരെ ഞാൻ കേട്ടിരുന്നു, ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവേ എന്റെ കണ്ണ് തുറപ്പിക്കണം, എന്റെ ആത്മാവിനെ കണ്ണ് തുറപ്പിക്കണമേ. ആ സ്കെയില് പോട്ടെ. സാവൂളിന് ഒരിക്കലും പുതിയ നിയമത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ സാവൂളിന് കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ സ്കെയില് ആ ഒരു അന്ധതയിൽ നിന്ന് പുറത്തോട്ട് പോകും. ഇന്ന് അതുപോലെ തന്നെ ആത്മീയപരമായ എല്ലാ അന്ധതയിൽ നിന്നും പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരണേ. ഇത് മനസ്സിലായെങ്കിലേ ഉള്ളൂ നമുക്ക് പരിശുദ്ധ കുർബാന, പുതിയ നിയമം, ഈശോ ചെയ്ത പ്രവൃത്തി, ഈശോ ഇന്ന് എങ്ങനെയാണ് സഭയിലൂടെ സംസാരിക്കുന്നത്, ഉദാശകൾ, ഇതൊക്കെ എന്താണെന്നുള്ളതിനെ ഡൈവ് ചെയ്യാൻ നമുക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു രഹസ്യങ്ങളെ സ്വർഗം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ. കൊളോസ്സസ് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അതുവരെ സമാധാനമില്ല. ഈശോ കുരിശിൽ രക്തം ചിന്തുന്ന ആ നിമിഷം വരെ, ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്ന നിമിഷം വരെ സമാധാനമില്ല. എന്നാൽ ആ നിമിഷം മുതൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു. അതായത് യേശുവിന്റെ തിരുരക്തത്തിന്റെ വെളിയിൽ, കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിക്ക് വെളിയിൽ മനുഷ്യകുലത്തിന് സമാധാനമില്ല. ഞാൻ പറഞ്ഞു, വീണ്ടും പറയാം. യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവർത്തിക്ക് വെളിയിൽ മനുഷ്യകുലത്തിന് സമാധാനമില്ല. അവിടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. ഈ പ്രപഞ്ചം, ഈ ഭൂമിയിലുള്ള മനുഷ്യർ സമാധാനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകലരും ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവർത്തിക്കുള്ളിലേക്ക് കടന്നു വരണം. അതാണ് വചനത്തിൽ നമ്മൾ കാണുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വേറെ ഒരു രീതി കൂടെ അല്ല. അപ്പൊ ആർക്കാണ് സമാധാനം ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നത്? യഥാർത്ഥ സമാധാനം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയുടെ തിരുരക്തത്തിന്റെ ആ മറവിന്റെ ഉള്ളിലേക്ക്, ആ മറവിലാണ് നമ്മൾ ആയിരിക്കുന്നത്, ഈശോയുടെ രക്തത്തിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് എന്നൊരു വ്യക്തി വിശ്വസിക്കണം. നമുക്ക് ഒരു വീട്ടിലോട്ട് കയറണമെങ്കിൽ വീട്ടിലൊരു ഒരു കീ ഉണ്ട് അല്ലെ? കീ ലോക്ക് തുറക്കും, അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ ഡോറ് തുറക്കും. അതുപോലെ തന്നെ സ്വർഗീയമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ നമ്മൾ വിശ്വസിക്കും. ഈശോയുടെ തിരുരക്തത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെടും. പലപ്പോഴും നമ്മളോടിപ്പോ പറയുകയാണ്, നിങ്ങൾ 5 വട്ടം നിങ്ങളുടെ വീടിന് ചുറ്റും ഓടിക്കഴിഞ്ഞാൽ, 5 വട്ടം ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ 5 വട്ടം ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം നൽകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടാൻ നമുക്ക് തയ്യാറാണ്. നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എപ്പോഴും ചെയ്യണം. നമുക്ക് മാർത്തയെ പോലെ നമുക്ക് വ്യഗ്രതയാണ്. അത് ചെയ്തെങ്കിലേ ഉള്ളൂ ഇത് നടക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക്. പക്ഷെ ഈശോ നമ്മളോട് പറയുന്ന ഇത്ര മാത്രമാണ്, ഞാൻ എന്താണോ കുരിശിൽ ചെയ്ത് കഴിഞ്ഞത് അത് നിങ്ങൾ സ്വീകരിക്കുക. അതാണ് പരിശുദ്ധ കുർബാന. അതിലൂടെ നിങ്ങളിലേക്ക് എന്റെ ആത്മാവ് കടന്നു വരും, എന്റെ ദൈവിക ജീവൻ കടന്നു വരും. ആ കൃപയുടെ അഭിഷേകത്തിൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ എന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി, നിങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് ശക്തിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിത്തീരും. ഈശോയുടെ തിരുരക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ കർത്താവിന്റെ കൃപ നമ്മളെ പിന്നെ വഴി നടത്തുകയാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യം 1 കൊറിന്തോസ് 15-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ അതിന്റെ 10-ാമത്തെ വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല,
എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഈശോയുടെ കുരിശ് ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു, സൗജന്യമായി രക്ഷ നൽകുന്നു, സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു, സൗജന്യമായി ശാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു, സൗജന്യമായി ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു, സൗജന്യമായി പൈശാചിക പീഡയിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അന്നത്തെ ജൂതന്മാർക്കിടയിൽ ഒരു ചിന്തയാണ്, ഇതെല്ലാം സൗജന്യമാണെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യണേ, എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ ഉള്ളൂ ഇത് ദൈവത്തിന്റെ പ്രീതിജനകമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരത്തുള്ളൂ. ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ്, ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പോലും പൗലോസ് എഴുതുന്നത് ഈ ചിന്തയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. നിങ്ങൾ യേശുവിന്റെ കുരിശിന്റെ ബലിയിൽ നിന്ന്, അതിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുത്. ആ കൃപ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ കൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റെല്ലാവരെക്കാൾ ഉപരിയായിട്ട് അധ്വാനിക്കും. ആ കൃപ നമ്മളെ ശക്തിപ്പെടുത്തും. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ദൈവകൃപയുടെ പ്രത്യേകത എന്താ? ദൈവകൃപ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും, ദൈവകൃപ നമ്മളെ വിശുദ്ധരാക്കും, ദൈവകൃപ നമ്മളെ തിന്മയിൽ നിന്നും തെറ്റുകളിൽ നിന്നും പുറകോട്ട് വലിക്കും, ദൈവകൃപയുടെ അഭിഷേകം നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മള് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് ദൈവകൃപ സ്വീകരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളിൽ തന്നെ ആശ്രയിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് ഈശോനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈശോ എനിക്കത് നൽകും. അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോവുകയാണ്. അതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് വേ ഓഫ് തിങ്കിങ്. അതിൽ നിന്ന് പുതിയ നിയമത്തിലെ അപ്പസ്തലന്മാർ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാ? അപ്പസ്തലന്മാർ പറയാം, നിങ്ങൾ യേശുവിന്റെ കുരിശുബലിയിലേക്ക് കടന്നു വരണം, അതിലൂടെ കൃപ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ കൃപയെ സ്വീകരിച്ച് ആ കൃപയുടെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. ഇറ്റ് ഈസ് ഈസി, അത് ഈസിയാണ്. അതുകൊണ്ടാണ് ഈശോ മറിയത്തെ നോക്കി പറഞ്ഞു, മറിയം ശ്രേഷ്ഠ. മാർത്താടെ മറിയത്തിന് വീട്ടിൽ വന്ന സമയത്തെ മറിയം ഈശോയുടെ പാദപീഠത്തിൽ ഇരുന്ന് ഈശോ പറയുന്ന വചനം കേട്ടുകൊണ്ട് വചനം സ്വീകരിക്കുമല്ലായിരുന്നു. മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു, അത് അവിടുന്ന് എടുക്കപ്പെടുകയില്ല. ദിസ് ഇസ് ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷൻ. ഈ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ആ ഒരു ഫുൾനെസ്സിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഈശോ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. അതിലൂടെയാണ് നമുക്ക് ദൈവത്തിന്റെ എല്ലാ വരങ്ങളും കൃപകളും നിറയപ്പെടുന്നത്. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ വരങ്ങളുണ്ട്, കൃപകളുണ്ട്, അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ പ്രവർത്തികളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ന് ദൈവം അതിശക്തമായ ഒരുപാട് മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചാബിലും രാജസ്ഥാനിലും ഒറീസയിലും ഒക്കെ. പക്ഷെ അത്ഭുതം എന്താണെന്നറിയാവോ? 99% ഓഫ് അത്തരത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാരും ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചവരാണ്. 99%. ലെസ് ദാൻ 1% ഒക്കെ ഉള്ളൂ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവർ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളോർക്കും കേരളത്തിന്റെ ഇപ്പോൾ ഉള്ള നമ്മുടെ പള്ളികളിലും സഭകളിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും ഒന്നുമില്ല. ഇന്ത്യയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടായിരിക്കുന്നു. കർത്താവിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ശുശ്രൂഷ ചെയ്യുന്ന മുഴുവനും ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈശോനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതൊരു അത്ഭുതമായിട്ട് ഇന്ന് ഇന്ത്യ സംഭവിച്ചുകൊണ്ടിരിക്കുക. രാജസ്ഥാനിലും ഒറീസയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഔട്ട് നമ്പേർഡാണ്. നമ്മളൊക്കെ മൈനോറിറ്റി പോലെ ഒന്നുമല്ലാതെ ശോഷിച്ച് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു പുതിയ നിയമത്തിന്റെ രഹസ്യത്തിലേക്ക് വരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് എല്ലാ ആൾക്കാരെയും കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ആഗ്രഹം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം. ഈ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മൾ വിട്ടുകൊടുക്കും, നമ്മൾ ക്ഷമിക്കും, നമുക്ക് നമ്മുടെ പദ്ധതിയൊന്നുമില്ല, നമുക്ക് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യും, നമുക്ക് കുർബാന ചെല്ലുന്ന ഈ രീതി അതെല്ലാം നമ്മളെ സ്നേഹത്തിൽ നമ്മളെല്ലാം ഒത്തൊരുമയിലേക്ക് കടന്നു വരും. ഈ ഒത്തൊരുമയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ സത്യമാണ് ഈശോയുടെ കുരിശു മരണത്തിലൂടെ അവിടുന്ന് നമ്മളെ പഴയ നിയമത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഈശോ നമ്മളെ പുതിയ നിയമത്തിലേക്ക് തന്റെ രക്ത ഉടമ്പടിയിലൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ ആരാധന. കൊളോസ്സസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കാണും, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഹെബ്രായ ലേഖനത്തെ നമ്മൾ കുറച്ചു മുമ്പ് കേട്ട ആ വാക്യമുണ്ട്, 9-ാം അധ്യായം. അതും ഇതുകൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിക്കും. ഇവിടെ നമ്മൾ കാണുന്നു എന്താണ്? ഈശോ കുരിശിൽ തറച്ച്
നമുക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. ഇപ്പൊ നമ്മള് ബോർഡിലൊക്കെ ഒരു കാര്യം എഴുതിയിട്ട്, പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഒരു കാര്യം എഴുതിയിട്ട് മായ്ച്ചു കളയെന്ന് ഓർക്കുന്നില്ലേ? പിന്നെ അവിടെ ഉണ്ടോ ആ സംഭവം? അവിടെ ഇല്ല, അങ്ങനെ മായ്ച്ചു കളഞ്ഞു. നമുക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് വീണ്ടും അവിടെ വേറെ സ്ഥലത്തോട്ട് മാറ്റി ഉറപ്പിച്ചെന്നാണ് പറഞ്ഞത്. അല്ല, മായ്ച്ചു. ഹല്ലേലൂയ. നമുക്കെതിരായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. ഹെബ്രായ ലേഖനം 9-16 മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധുതയും ഇല്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻരോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം നിന്റെ കൂടാരത്തിന്റെ മേലും ശുശ്രൂഷക്കുള്ള സകല പാത്രങ്ങളിൽ മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. എന്നോട് പറഞ്ഞേ, രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും. സ്വർഗീയ കാര്യങ്ങൾ കൂടുതൽ ശ്രേഷ്ഠ, അതായത് ഈശോയുടെ കുരിശുബലിയുടെ അതിന്റെ ആ ഒരു ഈശോ ചിന്തിയ വിലയേറിയ രക്തത്തിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് ഇനിയുള്ള വാക്യങ്ങളില് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ, അതായത് ഈശോ ചിന്തിയ തിരുരക്തത്തിലൂടെ നമ്മുടെ ശാപങ്ങൾ ദൈവം ബ്രേക്ക് ചെയ്യുന്ന ഭാഗമുണ്ട്. അത് ഗലാത്യ ലേഖനത്തിൽ പൗലോസിനെ പഠിപ്പിക്കുന്നു. നമുക്ക് അതിലേക്ക് വരാം. അതും കൂടെ ഇന്ന് വായിച്ച് കേട്ടിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ മാസം അവസാനം ഒരു ശുശ്രൂഷ കൂടെ ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് ഈ തിരുരക്തത്തിന്റെ ക്ലാസ് ഇത് കുറേ ക്ലാസ് എടുത്താലും തീരത്തില്ല. ഒരു 8-10 മണിക്കൂറെന്നല്ല, ദിവസങ്ങൾ എടുത്താലും തീരാത്ത വലിയ ടോപ്പിക്കാണ് ഈശോയുടെ തിരുരക്തത്തിന്റെ ടോപ്പിക്ക്. മാസങ്ങൾ വർഷങ്ങൾ എടുത്താലും ഇത് തീരത്തില്ല. പക്ഷെ നമുക്കൊക്കെ സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ മാസം അവസാന ആഴ്ചയിൽ ഒരു ശുശ്രൂഷ കൂടി നമുക്ക് ഈ തിരക്ത മാസം പ്രത്യേകമായിട്ട് നമുക്ക് കൂടുതൽ ഈശോയുടെ തിരക്തത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് സമയം വേർതിരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, മനുഷ്യ നിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തന്റേതല്ലാതെ രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ഈശോയുടെ കുരിശുബലിയെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി വന്നുകൊണ്ട് പഴയ ഉടമ്പടിയിൽ നിന്ന് നമ്മളെ പുതിയ ഉടമ്പടിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിലൂടെ പാപത്തെ, എന്നോട് പറഞ്ഞേ, പാപത്തെ, ഹല്ലേലൂയ, പാപത്തെ നശിപ്പിക്കുവാൻ, പാപത്തെ നശിപ്പിക്കുവാൻ, പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഈശോനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈശോനെ കാണാൻ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കടന്നു വരുമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ വലിയ പ്രാധാന്യമേറിയ ഒരു വചനം ഇതാണ്: കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുക. അപ്പൊ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിലൂടെ പാപത്തെ അവിടുന്ന് നശിപ്പിക്കുന്നു. പാപത്തിന്റെ വേരുകളെ അവൻ പിഴുതെറിയും. ബുദ്ധിയുടെ തലത്തിൽ ഇത് ചിന്തിച്ചു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ യേശുവിന്റെ രക്തത്തിലൂടെ എന്റെ പാപം തറക്കപ്പെടുന്നു, ഞാൻ തന്നെ ശ്രമിക്കണ്ടേ? എന്റെ സഹോദരങ്ങളെ, ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മേലുള്ള പാപത്തിന്റെ ശക്തികൾ പറഞ്ഞു പോകും. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തിക്ക്
പോണോഗ്രഫി എന്നുള്ള ആ ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ, ആ വ്യക്തി ധ്യാനം കൂടാത്ത ധ്യാനങ്ങളില്ല. ധ്യാനം കൂടി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും പോണോഗ്രഫി, വീണ്ടും ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കും. ഒരിക്കലും എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും അറിയാൻ പറ്റും. അതാണ് വിഷമിച്ച് നാട്ടിലുള്ള കോട്ടയത്തുള്ള ഒരു മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് ഈ വചനങ്ങളൊന്നും വന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചില്ല, ഈശോയുടെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈശോയുടെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ തിരുരക്തം ഇങ്ങനെ ഡ്രിപ്പായി ഇങ്ങനെ തുള്ളിയായിട്ട് ഒഴുകി ആ മകനിലൂടെ ഇങ്ങനെ വന്ന് വീഴുന്ന അനുഭവം ഉണ്ട്. ആ സമയത്ത് ഇയാളിനോട് പറയണം, അനീഷ എന്റെ മേലോട്ട് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന പോലത്തെ ഒരു അനുഭവം, എന്റെ ദേഹത്തു നിന്ന് എന്തോ ഒരു സാധനം പറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, ഈശോയുടെ തിരക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ചില ദുർഭൂതങ്ങൾ, ചില പൈശാചിക പാപത്തിന്റെ ശക്തികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. രോഗബന്ധനം അഴിഞ്ഞു പോകും, ബന്ധനങ്ങൾ വിട്ടുപോകും, പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അതിന്റെ റൂട്ട് കഴിഞ്ഞു പോകും. ആ തിരക്തത്തിന്റെ ശക്തി, ഈ രക്തത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടല്ലോ അവന്റെ ദേഹത്തു നിന്ന് പൈശാചിക ശക്തികൾ വിട്ടുപോയി. അടുത്ത ദിവസം അവൻ അത് ഇൻട്രസ്റ്റ് അല്ല, ആ ഇൻട്രസ്റ്റ് പോയി ഇത് അവന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. അവന്റെ സ്വന്തം ജീവിത പങ്കാളിയെ ബഹുമാനിക്കുവാൻ വേണ്ടി തുടങ്ങി, റെസ്പെക്ട് ചെയ്യുവാൻ വേണ്ടി തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവാൻ തുടങ്ങി. പിന്നീട് ആളുടെ ആഗ്രഹം മാത്രമല്ല, എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ട് വിളിക്കാൻ, ഈശ പ്രാർത്ഥന ഉണ്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവൻ അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ വേര് കരിഞ്ഞു പോകും. അവന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ അവന്റെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, പിന്നെ എന്റെ ഈശോയുടെ ശരീര രക്തം എനിക്ക് സ്വീകരിക്കണം, എനിക്ക് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം. ഇന്ന് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നിരിക്കുകയാണ്. വീണ്ടും പാപത്തിന്റെ വേര് നിങ്ങളിൽ ഉണ്ടെന്ന്, അതായത് ബലഹീനതയും ആ തകർച്ചയും തളർച്ചയും ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താ? ഈ ഒരു പുതിയ ഉടമ്പടിയുടെ രഹസ്യത്തിലേക്ക് ഇനിയും എവിടെയോ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നീ കടന്നു പോകണം. കടന്നു പോകുമ്പോൾ പാപത്തെ നശിപ്പിക്കുവാൻ വന്നവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇതിൽ വിവരിക്കും. അവൻ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ പാപത്തെ നശിപ്പിക്കുവാൻ, പറഞ്ഞേ, എന്റെ പാപത്തെ നശിപ്പിക്കുവാൻ എന്റെ യേശു കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഇന്ന് എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നിനക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. കൊളോസ്യോസ് 2:14. ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിരായുധമാക്കി അവൻ കുരിശിൽ തറച്ച് അവയെ നിഷ്കാസനം ചെയ്തു. കുരിശുബലിയിൽ നടന്ന കാര്യം അത്രമാത്രം വലുതാണ് എന്റെ സഹോദരങ്ങൾ. എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മടിയാ. എന്താ ഇത്, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞു. ഈ രഹസ്യം, പുതിയ നിയമം മുഴുവൻ ആ ഒരു ലൈനിനകത്തോടെ വരുന്നത്. എല്ലാം ഈശോയുടെ പരിഹാര ബലിയിലൂടെ നടന്നു കഴിഞ്ഞു. നിന്നെ അവൻ സ്വന്തമാക്കി. ഇനി ആ സ്വന്തമാക്കിയവനെ സ്വന്തമാക്കാനുള്ളൊരു യാത്രയാണ്. തോമാസ് ശ്ലീഹായ്ക്ക് സംശയമായിരുന്നു എല്ലാ കാര്യത്തിനാണ്. പക്ഷെ ഈ ഒരു റെവലേഷൻ ഉള്ളിലോട്ട് വന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആളെല്ലാം വിട്ടുപോവുക വേറെ രാജ്യത്തേക്ക്, വേറൊരു ദേശത്തേക്ക്. പൗലോസ്ലീഹ രക്തസാക്ഷിയായി, പത്രോസ്ലീഹ രക്തസാക്ഷിയായി. 3 പേരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ വ്യക്തിക്ക് ആയിരങ്ങളുടെ മുമ്പില് കർത്താവിനെ സാക്ഷീകരിക്കാൻ സാധിക്കുകയാണ്. ഈശോയുടെ സഭയെ, പുതിയ നിയമത്തിന് റെവലേഷൻ കിട്ടിയ വ്യക്തികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂൾ നല്ല അറിവുള്ള തിയോളജിനാണ്, ഫിലോസഫറാണ്, വർഷങ്ങൾ സെമിനാരി പഠിച്ച വ്യക്തിയാണ് സാവൂൾ. പക്ഷെ ആ റെവലേഷൻസ് ഒന്നും യേശുവിനെ കുരിശുമരണത്തിലൂടെ നടന്നു കഴിഞ്ഞ കാര്യത്തിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കും ആളെ കൊണ്ടുവന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ആള് വലിയ ജഡ്ജ്മെന്റ് സ്പിരിറ്റ് ആളോട്, ഇവർ ചെയ്യുന്നത് തെറ്റാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ഈശോയുടെ കുരിശുമരണത്തെ ഉയർത്തുന്നതൊക്കെ തെറ്റാണ്. അതുകൊണ്ടാണ് എസ്തപ്പാനോസിനെ, സെയിന്റ് സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് സാവൂളിന് യാതൊരു മടിയും ഇല്ലായിരുന്നു. അതിന് പിന്നെ ചരട് വലിക്കുവാണ്. ഇത് ഞങ്ങൾ ചെയ്യുന്ന ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ ഈശോയുടെ തിരക്തത്തെ കുറിച്ച് ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അരൂപിയിൽ ഒരാൾക്ക് പൊസസ് ചെയ്തവർ ആക്രമിക്കും. ഹല്ലേലൂയ. അത് ഉറപ്പുള്ള കാര്യം, കാരണം ഈശോ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, അത് ആക്രമിക്കും എന്നുള്ള കാര്യം. അത് ആക്രമിച്ചില്ലെങ്കിൽ അത് പഴയ നിയമത്തിന്റെ അരൂപിയിൽ അല്ല ശുശ്രൂഷ നടക്കുന്നത്. പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും ശുശ്രൂഷ നടത്തുന്നുണ്ടെങ്കിൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കും. അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശുശ്രൂഷിച്ചാലും ആര് ശുശ്രൂഷിച്ചാലും, അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചാലും ആര് ശുശ്രൂഷിച്ചാലും അവരെ ഒറ്റപ്പെടുത്തും. ആരെ ഒറ്റപ്പെടുത്തുന്നത്? പഴയ നിയമത്തിന്റെ അരൂപിയിൽ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ആക്രമണം അഴിച്ചുവിടും. എന്നാൽ ഈശോയുടെ തിരുരക്തം അവരെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ മേലും
ഈ ഭൂമിയിൽ പഴയ നിയമ അരൂപിയിൽ നയിക്കപ്പെടുന്നവരുടെ മേലും ദൈവത്തിന്റെ ക്രോധം കടന്നു വന്നിരിക്കും. അത് ബൈബിളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. They will be under the wrath of God. അതുകൊണ്ടാണ് ജൂതന്മാർ കഴിഞ്ഞ 2000 വർഷക്കാലമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? യേശുവിന്റെ കുരിശുബലിക്കുള്ളിലേക്ക് കടന്നു വരണം. ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. പക്ഷെ ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവർത്തിക്കുള്ളിലേക്ക് വന്നില്ലെങ്കിൽ ഒരിക്കലും സമാധാനം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. അപ്പൊ ഇസ്രായേലിന്റെ രക്ഷ എന്നുള്ളത് പരിപൂർണമായിട്ട് എന്നാ ഉണ്ടാകുന്നത്? അവർ എന്ന് ഈശോയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. യേശുവാണ് രക്ഷകൻ, ഈശോയാണ് യഥാർത്ഥത്തിൽ യഹോവ, പരിപൂർണ ദൈവമാകുന്നവൻ, ഞങ്ങൾ ആരാധിച്ചവൻ, ഞങ്ങൾക്ക് പഴയ ഉടമ്പടി നൽകിയവൻ. ആ ഉടമ്പടി നൽകിയവൻ തന്നെയാണ് ഈ ഭൂമിയിൽ കടന്നു വന്ന് കാരിരുമ്പിനേക്കാൾ കൂർത്ത ആണുകൾ കൊണ്ട് ഞങ്ങൾ തന്നെ കുത്തിത്തുളച്ച് അവനെ കുരിശിലേക്ക് ഉയർത്തിയത്. ഞങ്ങൾക്ക് നിയമം നൽകിയവൻ തന്നെയാണ്. ആ സമയത്ത് പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി തീർന്ന് ആ വേദന മുഴുവൻ സഹിച്ചത് ജൂതന്മാരെയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സകല മനുഷ്യരെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട്, ദൈവത്തെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് പുതിയ ഉടമ്പടിയുടെ രക്തം, പുതിയ നിയമത്തിലൂടെ, സ്നേഹത്തിലൂടെ, അവിടുന്ന് ആ രക്തത്തിലൂടെ പുതിയ ഉടമ്പടി രചിച്ചു. ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനന്റ്. അതുകൊണ്ടാണ് ഈശോയെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഈശോ പറഞ്ഞു, ഇത് പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ. ഇറ്റേണൽ ആയിട്ടുള്ള കവനന്റ്. ആ കവനന്റിനകത്തുനിന്ന് പിശാച് അട്ടവിറക്കി പല രീതിയിൽ മനുഷ്യരെ ചതിച്ചും വഞ്ചിച്ചും ഇല്ലാത്ത ദർശനങ്ങളും കാര്യങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞു പിശാച് അടർത്തിയെടുത്ത് വലിച്ചു പറിച്ചുകൊണ്ട് കൊണ്ടാൻ നോക്കും. എന്നാൽ ദൈവത്തിന്റെ തിരുരക്തത്തിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് വിശ്വസിച്ച് ഈശോയുടെ പരിഹാര ബലിയിൽ, അവിടുത്തെ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുന്നവൻ എല്ലാവിധമായിട്ടുള്ള ക്രോധത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നു. ബിക്കോസ് ഹി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദാറ്റ് ബ്ലഡ്. ഈശോയുടെ രക്തത്തിലൂടെ ആ വ്യക്തി സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഇന്ന് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയുടെ രക്തത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ശാപത്തിൽ നിന്നും ആ രക്തം നമ്മളെ മോചിപ്പിക്കുകയാണ് കേട്ടോ. അതുകൂടെ പറയാൻ ഈശോ യോഗം തന്നിട്ടുണ്ട്. ആ ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വരുന്ന ആഴ്ചത്തെ ശുശ്രൂഷകളിൽ, ഈ മാസം അവസാനത്തെ ശുശ്രൂഷകളിൽ കൂടുതൽ ഈശോയുടെ തിരുരക്തത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ അതിലൂടെ നമുക്ക് ഇനി ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഈ റെവലേഷൻ അകത്തോട്ട് ഒരു പള്ളിയിൽ ഒരു 5 പേരുണ്ടല്ലോ, ആ പള്ളി മുഴുവൻ അഭിഷേകം കൊണ്ടുവന്നു. നമ്മുടെ പ്രയർ ഗ്രൂപ്പുകൾ മുഴുവൻ അഭിഷേകം കൊണ്ടുവന്നു. ലോകത്തിലുള്ള സാർവത്രിക സഭ മുഴുവൻ അഭിഷേകം കൊണ്ടുവന്നു. ഇനി അഭിഷേകം നിറയപ്പെടുന്നുണ്ട്. എവിടെയാണെന്ന് പറയാം കൂടുതൽ? സൗദി അറേബ്യയിലെ രഹസ്യമായ ദേവാലയങ്ങളിൽ, ചൈനയിലെ രഹസ്യമായ ദേവാലയങ്ങൾ, ഇന്ത്യയില്, നോർത്ത് ഇന്ത്യ മുഴുവൻ ഈ അഭിഷേകം നിറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സേഫസ്റ്റ് സോണുകളിലെ പള്ളികളിൽ മുഴുവനും നമുക്ക് ഈ ഒരു അഭിഷേകം തുറന്നു വിടാൻ പരിശുദ്ധാത്മാവ് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ അതിനൊരുക്കമില്ല. നമ്മൾ ജഡ്ജ്മെന്റൽ സ്പിരിറ്റിൽ സാവൂളിനെ പോലെ പോവുകയാണ്. എന്നാൽ അതിനകത്തുനിന്ന് ഈശോ ഇനി ശുശ്രൂഷകളോടെ നമ്മളെ വിളിക്കുകയാണ്. അവർ അനുഭവിച്ചറിഞ്ഞ റിയൽ ദൈവത്തിന്റെ റിയൽ സാന്നിധ്യം അനുഭവിക്കുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. പണ്ട് ഈശോയുടെ സഭയിൽ വിശ്വസിച്ചിരുന്ന 2 രക്തസാക്ഷികളെ കുറിച്ച് ഒരു ചരിത്ര പുസ്തകത്തെ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തിക്ക് തീ ഭയങ്കര പേടിയാണ്, കൈ ഇങ്ങനെ പൊള്ളു, തീ പേടിയുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി ഈശോയിലുള്ള വിശ്വാസ നിമിത്തം ഈ വ്യക്തിയെ ഒരു ജയിലിലിട്ടേക്കുവാണ്. ആ വ്യക്തി പിറ്റേ ദിവസം അവർക്കറിയാം തീക്കകത്തോട്ട് ഇവരെ വലിച്ചെറിയും. അപ്പൊ തീക്കകത്തോട്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസം വന്നെത്തി. അന്ന് രാത്രി ഈ മനുഷ്യൻ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുകുതിരിക്ക് അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കൈ പൊള്ളിയപ്പോൾ ആ വ്യക്തിക്ക് വിഷമായി, പേടിയായി. അയ്യോ, നാളെ തീക്കകത്തോട്ടാണല്ലോ എന്നെ വലിച്ചെറിയുന്നത്, ഞാൻ എങ്ങനെ അതിനകത്ത് കിടന്ന് വെന്തുരുകാൻ വേണ്ടി പോവാ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ തീക്കകത്തോട് വലിച്ചെറിയുകയാണ്. ഇറ്റലിയിലും റോമിലും യൂറോപ്പിലൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം അന്ന് രാവിലെ ഇയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം കടന്നു. ആ സമയം കടന്നു വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ റൂമിലുള്ള അടുത്ത വ്യക്തിയോട് പറഞ്ഞു, തീക്കകത്തോട്ട് വലിച്ചെറിയുന്ന സമയത്ത്, തീക്കകത്ത് കിടക്കുന്ന സമയത്ത് ദേഹത്ത് പൊള്ളലേക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഞാൻ എന്റെ 1ാമത്തെ വിരൽ ഇങ്ങനെ പൊക്കിക്കാണിക്കും, ഇങ്ങനെ 1 പൊക്കിക്കാണിക്കും. വേദന ഇല്ലെങ്കിൽ ഞാൻ 2 പൊക്കിക്കാണിക്കുന്നു, 2 ഇങ്ങനെ കൈ ഇങ്ങനെ 2 പൊക്കിക്കാണിക്കും. ആ സമയത്ത് മരണത്തിന്റെ സമയമായി. യേശുവിനെ തള്ളി പറയുമോ? യേശു കുരിശ് ചെയ്തു കഴിഞ്ഞ പൂർത്തീകരണ പ്രവൃത്തിയെ, യേശുവിന്റെ പരിഹാര ബലിയെ തള്ളി പറയുമോ? ഒരു തള്ളി പറയത്തില്ല. പരിപൂർണ ദൈവമാകുന്ന യഹോവ പരിപൂർണ മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് പഴയ നിയമത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് ഞങ്ങളെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ നാമം യേശുവിന്റെ നാമമാണ്. കാരണം എല്ലാ മനുഷ്യനും വേണ്ടി അവൻ മരിച്ചു. ഇതവൻ അവിടെ പ്രസംഗിച്ചു. തീയിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത്, അന്ന് തലേദിവസം രാത്രി പേടിച്ച് വിറച്ച്
ആ മനുഷ്യൻ ആ തീക്കകത്ത് കിടന്ന് വെന്തുരുകുമ്പോൾ അതിനകത്ത് നിന്ന് രണ്ട് കൈ ഇങ്ങനെ പൊങ്ങി വന്നു, ഈ രണ്ടുപേരിലും ഇങ്ങനെ പൊങ്ങി വന്നു. അപ്പൊ അപ്പുറത്തേക്ക് നിൽക്കുന്ന ആൾക്കാർക്കും സന്തോഷം. അവരും പിന്നെ ആവേശത്തോടു കൂടി ആ തീയിലേക്ക് എടുത്തു ചാടി അവരെ വലിച്ചെറിഞ്ഞ സമയത്ത് അവർ കർത്താവിന് വേണ്ടി ധീര രക്തസാക്ഷിയെ അവർ ആ വേദന അനുഭവിച്ചില്ല. അഭിഷേകത്തിനകത്ത് അവർ നിറയപ്പെട്ടപ്പോൾ, കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ അവർ പോലും അവർ കർത്താവിന്റെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ആത്മാവരെ കൊണ്ടുപോവുക. സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ തലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിനും അപ്പുറമായ തലങ്ങളുണ്ട്. എല്ലാ ശാപങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മോചിപ്പിക്കുന്ന ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമുക്ക് ആ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പം ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, വ്യക്തമാക്കി കൊടുക്കുകയാണ്, പഴയ നിയമത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, അതിനാണ് നിങ്ങളുടെ ഹൃദയവും ചിന്തയും മുറുകെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ശാപത്തിന് കീഴിലോട്ട് പോവുകയാണ്. ഒരുവനും ദൈവസന്നിധി നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല. എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്ന അവ വഴി ജീവിക്കാൻ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. രണ്ട് കാര്യം നമ്മൾ സംഭവിക്കുന്നതിനാണ്. ഒന്ന്, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം. ആരിലാണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം കടന്നു വന്നിരിക്കുന്നത്? ഈശോ എനിക്ക് വേണ്ടി സകലതും ക്രൂശിൽ പൂർത്തീകരിച്ചു. അബ്രാഹത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരുന്നു? അബ്രാഹത്തിന് കൂടെ ദൈവം വന്ന് അബ്രാഹത്തെ ദൈവം വഴി നടത്തുന്നത്. അതുപോലെ വഴി നടത്തപ്പെടുന്ന ഒരു അനുഭവം. പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പരിശുദ്ധാത്മാവിലൂടെ കൃപയിലൂടെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിത്തീരും. ഇന്ന് ആരാ ദൈവത്തിന്റെ ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ പ്രീതി നേടിയവർ? ആർക്കാണെന്ന് പറയാൻ സാധിക്കുന്നത്? ഒരൊറ്റ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചവരെ ദൈവം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെന്ന് വിളിക്കും. നമ്മളല്ല വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ, ഈശോയുടെ ശരീരമാകുന്ന സഭയെ നോക്കി പറയും. 1 പത്രോസ് 2:9. നിങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വാത്സല്യ ഭാജനമാണ്, വിശുദ്ധ ജനതയാണ്, ഹല്ലേലൂയ, രാജകീയ പുരോഹിതരാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ നീ പ്രകീർത്തിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി എത്ര മാത്രമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക, വിശ്വസിക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ച് ആ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ ശാപങ്ങളിൽ നിന്നും ഈശോ തന്റെ പരിഹാര ബലിയിലൂടെ നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. നമ്മൾ കേട്ട ആദ്യത്തെ വചനം റോമാലേഖനം 5-ാം അധ്യായത്തിൽ, ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ എല്ലാ ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ഈശോയുടെ തിരുരക്തത്തിലൂടെ കൊളോസസ് 1:20 നമ്മളിലേക്ക് സമാധാനം കടന്നു വന്നിരിക്കുന്നു, സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അടുത്ത പ്രാവശ്യത്തെ ക്ലാസിന്റെ മെയിൻ തീം അതാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ ഹോളി ഓഫ് ഹോളീസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്? ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ യേശുവിന്റെ തിരുരക്തത്തിന്റെ മഹത്വം, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ ഹോളി ഓഫ് ഹോളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ച് ഈശോനെ സ്തുതിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം കൊണ്ട് ഇന്ന് അവിടെ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. തിരുരക്തത്തിന്റെ വലിയ ശക്തി ഈ നിമിഷം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ വിടുതലുകൾ ഈ നിമിഷം സംഭവിക്കട്ടെ. കർത്താവ്, ഇന്ന് ഈ നിമിഷം വരെ കേട്ട വചനത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിന്റെ മഹത്വം, ആ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിലൂടെ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന, ആരാധന. വലിയ അത്ഭുതങ്ങൾ ഈ നിമിഷം സംഭവിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തിയെ ദൈവം നമ്മുടെ നടുവിൽ വ്യക്തമാക്കി നൽകുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരുന്ന വചനത്തിന്റെ അഭിഷേകത്തെ ദൈവം നമ്മുടെ നടുവിൽ അടയാളങ്ങളായി
കർത്താവ് അടയാളങ്ങൾ നൽകുന്നു, ശരീരങ്ങളിൽ അടയാളങ്ങൾ നൽകുന്നു, ജീവിതങ്ങളിൽ അടയാളം നൽകുന്നു. ഈ കേട്ട വചനത്തിലൂടെ അനേക ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലാമാല രാഖാനാബ ശാന്താടാലാനാബ സിഥേരി. താങ്ക് യു ജീസസ്. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ ഈശോ എന്നോട് ഇപ്പം പറയുന്നുണ്ട്. അതായത് ഇത് സിംഗപ്പൂര് നടന്ന ഒരു മിറക്കിളാണ്. അത് സിംഗപ്പൂര് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ ആ ഒരു ടൈമില് സിംഗപ്പൂര് കുറെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരെ ഈ ഈവിൾ വിച്ച് ക്രാഫ്റ്റിന് ഈ ചെറിയ പ്രായത്തിലുള്ള 7, 5, 6 വയസ്സുള്ള കുഞ്ഞു പിള്ളേര് അവരെ തട്ടിക്കൊണ്ടുപോയി ബലി കഴിപ്പിക്കുന്ന റിച്വൽസ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ആദ്യം ഇവരിങ്ങനെ കൊല്ലപ്പെട്ടതായിട്ട് പല സ്ഥലത്തും ഇവരുടെ ഡെഡ് ബോഡി കിട്ടുന്നു. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇവരെ ഈ സൈറ്റാനിക് ഗ്രൂപ്പുകൾ കൊണ്ടുപോയി ബലി കഴിപ്പിക്കുമായിരുന്നു. സാത്താന് ബലി കഴിപ്പിക്കുന്ന റിച്വൽ ചെയ്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ ഒരു ക്രിസ്തീയമായ ഈശോനെ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി. ആ കുഞ്ഞിന്റെ പിതാവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ഈശോയുടെ തിരുരക്തത്തിന്റെ ഈ സംരക്ഷണത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച മനുഷ്യനായിരുന്നു. ഈ കുഞ്ഞിങ്ങനെ നഷ്ടപ്പെട്ട സമയത്ത് പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല, ഇതിനു മുമ്പ് ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ഡെഡ് ബോഡി മാത്രം കിട്ടിയത്, അപ്പം പ്രതീക്ഷ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന മുറിയിലേക്ക് കടന്നു വന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് ആ കുഞ്ഞിനെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. യേശുവിന്റെ രക്തം കൊണ്ട് ആ കുഞ്ഞിനെ മുദ്രയിട്ട സമയത്ത് സഹോദരങ്ങളെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ അവര് ബലി കഴിപ്പിക്കാൻ സാത്താന്റെ ആരാധന നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ ബലി കഴിപ്പിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ അവരേത് ശക്തിയാണോ പൂജിക്കുന്ന ആ ശക്തി പറഞ്ഞു ഈ കുഞ്ഞിനെ അതിനെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ റിച്വൽ ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്ന ആള് പറഞ്ഞു ഈ കുഞ്ഞിനെ അതിന് സ്വീകരിക്കാൻ പറ്റത്തില്ല, ഇതിനെ എവിടെയാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുപോയി ഇതിനെ തിരിച്ചു വിടണം, ഇല്ലെങ്കിൽ നമ്മുടെ സാമ്രാജ്യം തകരും, വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞിനെ അവർ എവിടെ നിന്നാണോ പിടിച്ചോണ്ട് പോയത് അവിടെ തന്നെ കൊണ്ട് ഇറക്കി വിട്ടു. അപ്പം അവര് ഞെട്ടിപ്പോയി. കുഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ നിന്ന ആ മന്ത്രവാദി പറഞ്ഞ ആ സാത്താനെ ആരാധിക്കുന്ന പുരോഹിതൻ പറഞ്ഞത്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ അപ്പൻ ആ സമയത്ത് പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരോടെ യേശുവിന്റെ രക്തം കൊണ്ട് ആ കുഞ്ഞിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവായിരുന്നു. പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിന് പവറുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ യേശുവിന്റെ രക്തത്തിന് മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി മുഴുവനും വന്ന് അവരെ പൊതിഞ്ഞു പിടിക്കുകയാണ്. എല്ലാ പിശാചിന്റെ സകല ക്ലെയിമുകളും, ഈ ഭൂമിയിൽ പിശാചിന് ഒരൊറ്റ പദ്ധതിയുള്ളൂ, ഒരു മനുഷ്യൻ പോലും ഈ സത്യം കേൾക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞാൽ അവന്റെ ആധിപത്യങ്ങൾ തകർന്നടിയും. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുവാൻ 90% ആൾക്കാർക്കും പറ്റുന്നില്ല, ഇത് പറയാൻ പറ്റുന്നില്ല. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യം കിട്ടിയത് നിങ്ങളോടുള്ള ദൈവത്തിന് വലിയ കരുണയാണ്. ഹല്ലേലൂയ, ഈശോയുടെ വലിയ കരുണയാണ്. ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്തമായ ശക്തിയാണ്. ഈ ശക്തിയിലൂടെ, കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ എല്ലാ പാപത്തിന്റെ വേരുകളെയും പിശാചിന്റെ ബന്ധനങ്ങളെയും കർത്താവ് തകർത്ത് തരിപ്പണമാക്കുന്നു. കാരണം പാപത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈശോ കാൽവരി മലമുകളിൽ നമുക്കായി തന്റെ തിരുരക്തത്തെ ചിന്തിയത്. ഹല്ലേലൂയ, യേശുവെ ആരാധിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ ചില വ്യക്തികൾക്ക് പാപത്തിന്റെ ചില ഇൻഫ്ലുവൻസുകൾ ഈശോ എടുത്തു കാണിക്കുന്നു, ചില തഴക്ക ദോഷങ്ങൾ ഈശോ എടുത്തു കാണിക്കുന്നു. നിങ്ങൾ കുറേ നാളായി പ്രാർത്ഥിച്ചിട്ടും ആ തഴക്ക ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ചെറിയ പ്രായത്തിൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങ് വേറൊറപ്പിച്ചതാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ സംഭവം നിങ്ങളെ അങ്ങ് വലിഞ്ഞു മുറുക്കുവാണ്. അപ്പം ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും പുറകോട്ട് വലിച്ച് നിങ്ങളെ തളർത്തിയിടുന്ന ആ തളർത്തുന്ന പിശാചിന്റെ ദൂതൻ, അതിന്റെ മേൽ ഇന്ന് കർത്താവ് തന്റെ കൃപയിലൂടെ നിങ്ങൾക്കൊരു വിജയം നൽകുവാണ്. ഹല്ലേലൂയ. ചില സമയത്തൊക്കെ നമ്മൾ അമിതമായ കുറ്റബോധത്തിലോട്ട് പോകണ്ട കേട്ടോ. പൗലോസ്ലീഹായുടെ മുൻപിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ പറഞ്ഞു നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിൽ പൂർണ്ണമായും ആവസിക്കുന്നത്. ചിലപ്പോൾ പത്രോസ്ലീഹയ്ക്കും കുറവുകളും ബലഹീനതകളും അപ്പസ്വലന്മാർക്കെല്ലാം കുറവുകളുണ്ടായിരുന്നു. പക്ഷെ ആ കുറവുകൾ അവിടെ നിൽക്കുവാണ്. എന്തിനാ ദൈവം ചിലപ്പോൾ ഈ ബലഹീനതകളൊക്കെ അവിടെ നിർത്തിയേക്കുന്നത്? അതിനുള്ള ഉത്തരം ഈശോ അപ്പസ്വലന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്. പൗലോസ്ലീഹയ്ക്ക് ഈശോ ഇപ്രകാരം പൗലോസ്ലീഹയോട് പറഞ്ഞു, പൗലോസേ നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം പൗലോസിനെ പഠിപ്പിക്കുക, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനാകുന്നത്. തളർന്നു പോകുമ്പോൾ, വീണു പോകുമ്പോൾ, ചിലപ്പം മിസ്റ്റേക്കുകൾ വരുമ്പോൾ, പുതിയ നിയമത്തിൽ ഈ മിസ്റ്റേക്കുകൾ വരുമ്പോൾ നമ്മൾ ഓടി വരേണ്ടത് ഈശോയുടെ തിരുരക്തത്തിന്റെ അടിയിലേക്കാണ്.
ഇതാണ് പാദ്രോപ്പിയോയ്ക്ക് കർത്താവ് കൊടുത്ത റെവലേഷൻ. പാദ്രോപ്പിയോയ്ക്ക് ദൈവം കൊടുത്ത റെവലേഷൻ ഇതാണ്. ഈ ഒരു റെവലേഷൻ അകത്തേക്ക്, എന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലേക്ക് നീ എന്റെ ജനങ്ങളെ കൊണ്ടുവരണം. അപ്പം കുംസാരക്കൂട്ടില് പാദ്രപ്പിയോടെ അരികിലേക്ക് ആൾക്കാർ വന്നപ്പോൾ അവരവിടെ പാദ്രപ്പിയോനെ അല്ല കണ്ടത്, അവരവിടെ കണ്ടത് യേശുവിനെയാണ്. യേശുവിന്റെ രക്തത്തിലൂടെയുള്ള, ആ തിരുരക്തത്തിലൂടെയുള്ള ശക്തിയിലൂടെയുള്ള പാപമോചനത്തിന്റെ അഭിഷേകം അവരുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി അവർ ആത്മാവിൽ വെളിപ്പെട്ടപ്പോൾ, ആ ആത്മാഭിഷേക നിമിത്തം ജനലക്ഷങ്ങൾ ദേവാലയത്തിൽ തിങ്ങിക്കൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു. ഹല്ലേലൂയ. അവിടെ പാദ്രോപ്പിയോ ഒരു പ്രസംഗം പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല, അവിടെ പാദ്രോപ്പിയോ ആരെങ്കിലും ഉപദേശിച്ചതായി കേൾക്കുന്നില്ല, അവിടെ പാദ്രോപ്പിയോ ഏതെങ്കിലും മനുഷ്യനോട് നീ അത് ചെയ്യ, ഇത് ചെയ്യ, അത് ബന്ധനം, ഇത് ബന്ധനം, അത് പിശാച്, ഇത് പിശാച് എന്നൊന്നും പറയുന്നില്ല. പാദ്രോപ്പിയോ അവിടെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ തന്റെ പരിഹാര ബലിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജനങ്ങളെ തിരുരക്തത്തിൽ തന്റെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ആശീർവദിക്കുമ്പോൾ, കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ അവർ മുദ്രയിടപ്പെട്ടു. അവരുടെ പാപങ്ങളെ കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ അവർ കഴുകാൻ പ്രാപിച്ചു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. അതാണ് കർത്താവിന്റെ കുരിശുബലിയുടെ അനന്തമായ അഭിഷേകം. ഈ അഭിഷേകം കിട്ടിയ ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിലൂടെ എത്രമാത്രം അത്ഭുതങ്ങൾ കിട്ടി. അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ നിറഞ്ഞു, അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ലൈഫിലും നിറയപ്പെടും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തും ഞാൻ പ്രാർത്ഥന ചോദിക്കുകയാണ്. കാരണം ഇതൊരു വ്യക്തിയല്ല, ഇത് നമ്മൾ ഉയർത്തുന്നത് ദൈവം കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി. ഈ പ്രവൃത്തിയുടെ നമ്മളൊക്കെ സത്യത്തിലുണ്ടല്ലോ സഹോദരങ്ങൾ, ഇത്രയും നേരം നമ്മൾ വചനം പറഞ്ഞു അല്ലേ, വചനം കേൾക്കുമായിരുന്നു. നമ്മൾ ഈ വചനം ഇതെല്ലാം നമ്മളൊരു ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഈ ഈശോയുടെ തിരുരക്തത്തിന്റെ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇനി കടന്നു പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ മാസം അവസാനം ഉള്ള ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്താണ് തിരുരക്തത്തിലൂടെ സംഭവിച്ച തിരുരക്തത്തിന്റെ പ്രാധാന്യം, തിരുരക്തത്തിന്റെ ശക്തി, ഇത് മനസ്സിലാക്കും തോറും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ, നമ്മളിപ്പോ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുന്നുണ്ടോ, നാട്ടിലൊക്കെ പോയിട്ടുള്ളപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ബർത്തേ കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ വിദേശത്ത് നമ്മൾ ഇവിടെ നമ്മളങ്ങനെ എവിടെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലൊക്കെ പോകുമ്പോഴും ഇവിടെയാണല്ലോ, അമേരിക്കയിലാണ്, എവിടെയാണെങ്കിലും ബസ് യാത്ര ചെയ്യത്തില്ല. അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ ബർത്തേ നമ്മൾ എവിടെയെങ്കിലും ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ മുറുകെ പിടിക്കും. നമ്മൾ പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നത് അഭയ സങ്കേതമാണ് കർത്താവായ യേശുവിന്റെ തിരുരക്തം. അതുകൊണ്ട് ആ വചനത്തിൽ പറയുന്നത്, അവന്റെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നത് തീർച്ചയാണല്ലോ. തീർച്ചയാണ്, സുനിശ്ചിതമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ട നമുക്ക് പിതാവാം ദൈവത്തോട് സമാധാനത്തിലായിരിക്കും. ഇനി ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം ഈശോ നൽകും. ഇപ്പോഴേ തന്നിട്ടുണ്ട്. റോമാലേഖനം 5:1 വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനത്തിലായിരിക്കാം. സമാധാനത്തിൽ, ഹാവിങ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് സമാധാനത്തിലായിരിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സാധിക്കുന്നത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സമാധാനത്തിൽ ആയിരിക്കുവാൻ സാധിക്കും. ആ സമാധാനം അനുഭവിക്കുന്നവനാണ് ശാന്തമായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. അവനാണ് കർത്താവിന്റെ വിശുദ്ധനായി തീരുന്നത്. കർത്താവിന്റെ വിശുദ്ധയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഈ ഒരു സമാധാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഓരോ വ്യക്തിയെ നോക്കി പൗലോസ്ലീഹ വിളിക്കുകയാണ്, നിങ്ങൾ കർത്താവിന്റെ വിശുദ്ധരാണ് കേട്ടോ, കർത്താവിന്റെ പ്രിയപ്പെട്ടവരാണ്, കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ വാത്സല്യ ഭാജനമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കൃപയിൽ ഇനി മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടൊരു കോൺസ്റ്റന്റ് ഫെലോഷിപ്പ് ഉണ്ടാകും. അപ്പൊ ഈ ഒരു മാസം നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് കേട്ട വചനങ്ങളൊക്കെ ധ്യാനിച്ച് ഈശോയുമായിട്ടുള്ളൊരു കോൺസ്റ്റന്റ് ഫെലോഷിപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ കോൺസ്റ്റന്റ് ഫെലോഷിപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അതായത് ലോകത്ത് വേറെ ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കാണിത് ആക്സസ് ചെയ്യാൻ സ്വർഗം നമ്മളെ അനുവദിക്കുവാണ്. ഈശോയുടെ തിരുരക്തത്തിലൂടെയാണ് വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കൊരു ഒരു 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 ചില സ്ഥലത്ത് കയറണമെങ്കിൽ നമ്മൾക്കൊരു എന്നാ പറയാം, നമ്മുടെ വർക്ക് പ്ലേസിലോട്ട് കയറുന്ന സമയത്ത്
അവിടെ നമ്മൾക്ക് ഇപ്പം ഫിംഗറിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. നേരത്തെ ടാഗ് ഉണ്ടായിരുന്നു, ടാഗ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആവും. ഇന്ന് നമ്മൾക്ക് നമ്മുടെ കണ്ണും അല്ലെങ്കിൽ നമ്മുടെ വിരൽ വെച്ചുമ്പോൾ തന്നെ അത് സ്കാൻ ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. ഇതുപോലെ തന്നെ ദൈവത്തിന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈശോയുടെ തിരുരക്തത്തിലൂടെ മാത്രമാണ് ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. വേറെ ഒരു തരത്തിലും പറ്റത്തില്ല. അങ്ങോട്ട് ആക്സസ് ഇല്ല, വേറെ ഒരു രീതിയിലും നമുക്ക് ആക്സസ് ഇല്ല. ദൈവം പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി തീർന്നുകൊണ്ട് നമ്മളെ അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. നമുക്കെതിരെ നിന്ന് ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അവിടുന്ന് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. അന്യരും പരദേശികളുമായിരുന്ന നമ്മളെ ദൈവത്തിന്റെ ഭവനത്തിന്റെ ഉള്ളിലേക്ക് നമ്മളെ തന്റെ തിരുരക്തത്തിലൂടെ പ്രവേശിപ്പിച്ചു. ഇതൊന്നും പറയാൻ നേരം കിട്ടില്ല. എഫെസോസ് ലേഖനം 2-ാം അധ്യായം ഇതൊക്കെ നമ്മളെ ദൈവത്തിന്റെ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനിയും കുറെ പറയാനുണ്ട്, കുറെ വചനങ്ങളുണ്ട് കേട്ടോ. ഇത് 10 ക്ലാസ്സിനകത്ത് ഒരു സെഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് തിരുരക്തത്തിന് വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. സ്വർഗീയ സ്ഥലങ്ങളിൽ നിന്ന് വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. ചിന്താമണ്ഡലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഭവന സംബന്ധമായ കാര്യങ്ങൾ, വിൽപ്പന, വാങ്ങുന്ന കാര്യത്തിനകത്തെ തടസ്സങ്ങളെ എടുത്തു മാറ്റി കർത്താവ് അത്ഭുത വഴികൾ നിരവധി പേർക്ക് ദൈവം തുറന്നു നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിനകത്തുള്ള പ്രശ്നങ്ങൾ നിമിത്തം അസ്വസ്ഥതയിലൂടെ കഴിയുന്നവരെ പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകുന്നു. എന്റെ ഭവനം, നിങ്ങളുടെ ഭവനം, നമ്മൾ ഓരോരുത്തരുടെ ഭവനങ്ങളിൽ സ്ഥിര വരുമാന മാർഗത്തിനകത്ത് ദൈവം തുറവി നൽകുന്നത് പോലെ തന്നെ സ്ഥിരമായി ചില സ്ഥലങ്ങളിൽ ദൈവം ചില വ്യക്തികളെ പ്ലേസ് ചെയ്ത് ദൈവം ചില ഉയർച്ചകൾ, ദൈവം ചില മക്കൾക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് കർത്താവ് ഇങ്ങനെ എടുത്തു കാണിക്കുക, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ചില ഉയർച്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ചില അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരുക്കിയ അനുഗ്രഹം അത് തക്ക സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തി നൽകും. ഹല്ലേലൂയ. അതിനൊരു ടൈമുണ്ട്. എവറിത്തിങ് ഫോൾസ് ഇൻ എ ടൈം, അല്ലെ? ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിന് ഒരു ടൈമുണ്ട്. അപ്പൊ ആ ടൈം വരെ നമ്മൾ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതായത് നമ്മൾ ദൈവം എന്താണ് ഇത്രയും താമസിച്ചത്, ഇത്രയും വൈകിയത്, ഇത്രയും ഡിലേ ആയത്? പൗലോസ്ലീഹ എന്തുകൊണ്ടായിരുന്നു റോമിൽ ജയിലിൽ കിടന്നത്? റോമിൽ ജയിലിൽ കിടന്ന സമയത്താണ്, പ്രിസണിൽ കിടക്കുന്ന സമയത്താണ് ആളുടെ ഉള്ളിൽ നിന്ന് ഫിലിപ്പിയ ലേഖനം, എഫേസോസ് ലേഖനം, ഗലാത്യ ലേഖനം, പല ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസ്റ്റൽസ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ വന്നില്ലായിരുന്നു ചിലപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പോയി നിങ്ങൾ പങ്കെടുക്കുകയില്ലായിരുന്നു. നമുക്കത് തോന്നത്തില്ല. ഈ രഹസ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പൗലോസ്ലീഹ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഉള്ള വ്യക്തിയല്ല പൗലോസ്ലീഹയുടെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത്. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുന്ന ആ സമയത്ത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ദൈവം ഒരുപാട് ആളെ മാറ്റിയെടുത്തു. നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും പൗലോസ്ലീഹ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ ഇരിപ്പിന് ദൈവം ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അല്ലല്ല, പൗലോസ്ലീഹ ദൈവം ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ തുടങ്ങിയ സമയം മുതൽ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ യേശുവിനെ ആത്മാവിനെ ഇങ്ങനെ അനുഭവിച്ച് ഒരു വളർച്ച ഉണ്ടാകും, ഒരു പ്രോഗ്രഷൻ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ പൗലോസ്ലീഹയുടെ സുവിശേഷം, പൗലോസ്ലീഹയിലൂടെയുള്ള ലേഖനങ്ങളെ നമുക്ക് പിടികിട്ടത്തും. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പൊ പൗലോസ്ലീഹ ആ പ്രിസണിൽ കിടക്കുന്ന സമയത്താണ് ഈശോയുടെ വലിയ റെവലേഷൻസ് പൗലോസ്ലീഹയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ചില ഡിലേ വന്നു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ താമസിച്ചു, എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്നുള്ള ചോദ്യത്തിന് പുതിയ നിയമത്തിനകത്ത് ഉത്തരം, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. നീ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ചില പ്രത്യേക ഉദ്ദേശം നിന്നെ കുറിച്ചുണ്ട്. അപ്പോസ്തലന്മാരുടെ സഹനം എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ആ ഉദ്ദേശങ്ങൾ ദൈവം നടത്തുവാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. പൗലോസ്ലീഹയും പത്രോസ്ലീഹയും സ്വർഗത്തിലുള്ള സ്ഥാനം എത്രമാത്രം ഓർത്തു നോക്കി. ഈവൻ ഞാൻ റോമിൽ പോയ സമയത്ത് പൗലോസ്ലീഹ രക്തസാക്ഷിയായ സ്ഥലത്ത് അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കാം, പൗലോസ്ലീഹ രക്തസാക്ഷിയായ സ്ഥലത്ത് ഇപ്പം ചെല്ലുവാണെങ്കിൽ ആ സ്ഥലത്തിന് ചുറ്റും ആർമി മിഷൻ ഗണ്ണുമായിട്ട് അതിന് ചുറ്റും നിൽക്കുവാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ വാസ്തവത്തിൽ എനിക്കറിയാൻ വേണ്ട, നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എയർപോർട്ടിലൊക്കെ ചെക്കിങ്ങിന്, റോമിൽ ഇറ്റലിയിലുള്ള എയർപോർട്ടിൽ അത്രയും ചെക്കിങ്, അതിന് പകുതി പോലും ചെക്കിങ് ഇല്ല. അതിലും വലിയ ചെക്കിങ് ആണ് പൗലോസ്ലീഹയുടെ കബറിടം, പൗലോസ്ലീഹ രക്തസാക്ഷിയായ സ്ഥലത്തേക്കൊന്ന് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ചെക്കിങ്.
അപ്പൊ നമ്മളെ ഫുൾ ഇൻസ്പെക്ട് ചെയ്യാൻ വരും. റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും അതുപോലെ തന്നെയാണ്, അതിന് ചുറ്റും പട്ടാളമാണ് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ റോമിലെ, ഞാനിപ്പോ ഓർക്കും. അപ്പം ആ വ്യക്തിക്ക് പൗലോസ്ലീഹ എന്ന കർത്താവിന്റെ അഭിഷിക്തന്റെ ആ ഒരു വലിപ്പം, അതിന് അപ്പസ്തോലന്റെ ആ ഒരു, ഈ ഭൂമിയിൽ നമ്മളിത് കാണുമെങ്കിൽ സ്വർഗത്തിലുള്ള ആ വലിപ്പം എത്രമാത്രമാണ് അപ്പസ്തോലന് ദൈവം കൊടുത്തിരിക്കുന്നത് ചിന്തിച്ചു നോക്കുകയും, നമ്മൾ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അല്ലെ. അപ്പൊ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സഹനങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. നിങ്ങളുടെ സഹനം, ലോകം സഹനത്തെ കാണുമ്പോൾ നിങ്ങളുടെ സഹനത്തിലേക്ക് നോക്കി അവർ വിരൽ ചൂണ്ടിയിട്ട് പറയുമായിരിക്കും, വേറെ വല്ല വഴിക്കും പോയാൽ പോരാണ്, നീ യേശുവിനെ വിശ്വസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇതുകൊണ്ട് എന്നാ കിട്ടി നിനക്ക്? പൗലോസിനോട് ചോദിച്ചുമായിരുന്നു അന്ന്, എന്ത് കിട്ടി പൗലോസേ നിനക്ക്? പൗലോസ് നിനക്ക് എന്താ കിട്ടിയത്? പത്രോസ് നിനക്ക് എന്താ കിട്ടിയത്? പക്ഷെ ആ സഹനത്തിന് നടുവില് പത്രോസും പൗലോസും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് അവർ ആ സഹനത്തിന് നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ തെരുവിലൂടെ നടന്നപ്പോൾ അവരുടെ നിഴലടിച്ചവരുടെ രോഗം സൗഖ്യമായി. അവരുടെ നിഴലടിച്ചതേ ഉള്ളൂ, അപ്പൊ രോഗസൗഖ്യമായി. നിഴലടിച്ചപ്പോൾ രോഗസൗഖ്യമായെങ്കിൽ ആ നിഴലടിക്കുന്ന സമയത്ത് അവരിൽ വ്യാപരിച്ച അഭിഷേകം എത്രമാത്രം ശക്തമാണ്. ഹല്ലേലൂയ. അപ്പൊ ലോകം കാണുന്നതല്ല ദൈവം കാണുന്ന കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈശോ ആരാധന. പഴയ നിയമത്തിന് അരൂപിയിൽ നിറഞ്ഞവരായിരുന്നു ഇവരെ പീഡിപ്പിച്ചവരിൽ പ്രമുഖമായ ആൾക്കാർ. ദൈവവിശ്വാസികളായിരുന്നു ഈശോയുടെ സഭയെ പീഡിപ്പിച്ചവരിൽ പ്രധാനപ്പെട്ട ആൾക്കാർ. നോട്ട് മൈ പോയിന്റ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയായിരുന്നു. പക്ഷെ അവരിൽ വ്യാപരിച്ചത് പുതിയ നിയമത്തിന്റെ ദൈവത്തിന്റെ പുത്രന്റെ അരൂപിയല്ലായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈശോയുടെ ആത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. പഴയ നിയമത്തിന്റെ അരൂപിയിലല്ല, പുതിയ നിയമത്തിന്റെ അരൂപിയിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ അനുഭവിക്കും. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയൊക്കെ അറിഞ്ഞ ദൈവത്തിന്റെ ശക്തി. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നൂറുകണക്കിന് ആൾക്കാരെ പൗലോസ്ലീഹ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അവരുടെ നടുവിലൂടെ പൗലോസ്ലീഹ നടന്നുപോയി. ഈശോനെ പിടിച്ച് ഉന്തി തള്ളി കൊന്നുകളയാൻ അന്നത്തെ ജൂതന്മാര്, പുരോഹിതരും അന്നത്തെ ആൾക്കാര് സംഘടിതമായി ശ്രമിച്ചപ്പോൾ വചനത്തിൽ നമ്മൾ കാണുന്നു അവരുടെ നടുവിലൂടെ ഈശോ നടന്നുപോയി. അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. എന്നാൽ പാപപരിഹാര ബലിയായി തീരാൻ ദൈവം നിയോഗിച്ച സമയത്ത്, പിതാവിന്റെ നിയോഗിച്ച സമയത്താണ് പരിപൂർണ ദൈവമാകുന്നവൻ നമുക്ക് വേണ്ടി ബലിയായി തീരുന്നത്. അവിടെ ഈശോനെ പിടിക്കാൻ വന്ന പടയാളികൾ നിലം പതിച്ചെന്ന വചനത്തിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുവായിരുന്നു നമ്മളോട് സ്നേഹനിമിത്തം. അതുപോലെ പൗലോസ്ലീഹനും പത്രോസ്ലീഹനും ഒന്നും ആർക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവര് തന്നെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ച നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവർ രക്തസാക്ഷികളായി തീർന്നതാണ്. അവരുടെ ആഗ്രഹ നിമിത്തം സംഭവിച്ചത്. അതുവരെ അവരെ കൈവെള്ളയ്ക്കകത്ത കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും വലിയ അത്ഭുതങ്ങൾ അവരുടെ ശുശ്രൂഷകളിലൂടെ നടന്നു. ഇന്ന് ഈശോയെക്കുറിച്ച് ഞാൻ പങ്കുവെക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇനി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ എന്തിനാ ദൈവം ചെയ്യുന്നത്? ഈ അത്ഭുതം ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നു എന്നുള്ളതല്ല. ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രസംഗിക്കപ്പെട്ടത് മുഴുവൻ ഒരു കാര്യമാണ്. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പരിഹാര ബലിയിലൂടെ ചെയ്ത് കഴിഞ്ഞത് എന്താണ്? ആ തിരുരക്തത്തിന്റെ ശക്തി എത്രമാണ്! ആ തിരുരക്തത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നിന്നോടുള്ള സ്നേഹം എത്രമാത്രമാണ്! ഒരു നിമിഷം കണ്ണുകൾ അടച്ചിങ്ങനെ കണ്ട് യേശുവിനെ കുരിശിൻ ചുവട്ടിൽ നമ്മൾ നിൽക്കുന്നു. ആ കുരിശിൻ ചുവട്ടിൽ, ആ കുരിശിൽ നിന്ന് രക്തം ഒഴുകി ഇറങ്ങി നിന്റെ ശിരസ് മുതൽ പാദം വരെ അത് ഒഴുകി ഇറങ്ങുകയാണ്. യേശുവിന്റെ രക്തം ഒഴുകുകയാണ് നിന്റെ ശിരസിൽ നിന്ന് പാദത്തിലേക്ക്. ആ തിരുരക്തം ഒഴുകുകയാണ്. ആ തിരുരക്തം ഒഴുകുമ്പോൾ ജീവനുള്ള യേശു നിന്നെ നോക്കി പറയുന്നു, മോഹനെ, മകളെ, ഈ രക്തം നിന്നിലേക്ക് കടന്നു വരുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തെ നീ ഇന്ന് റിസീവ് ചെയ്യുന്നു. ഈശോ ചോദിക്കുവാണ്, എന്റെ ഈ സ്നേഹത്തെ നീ ഇന്ന് റിസീവ് ചെയ്യുന്നു. ഓരോ തുള്ളി രക്തത്തിലും നിന്നോടുള്ള 1000 കോടാനുകോടി സ്നേഹത്തിന്റെ കണികകളാണ്. ആ സ്നേഹമാണ് രക്തത്തിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നിന്നോടുള്ള സ്നേഹം നിമിത്തം ഈശോ കുരിശിൽ നിനക്ക് വേണ്ടി തിരുരക്തം ഒഴുക്കി. ആ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായി നിന്നിലേക്ക് ഇന്ന് വീഴുമ്പോൾ തിരിച്ചറിയണം, അത് നിന്നോടുള്ള സ്നേഹത്തിന് അടയാളമാണ്. ഈ രക്തം ഇന്ന് നിന്നിലേക്ക് വീഴുമ്പോൾ നിന്നിലെ പാപത്തെ അത് കരിക്കുന്നു. ഈ രക്തം ഇന്ന് നിന്നിലേക്ക് ഒഴുകുമ്പോൾ നിന്റെ ശാപത്തെ അത് എടുത്തു മാറ്റുന്നു. ഈ രക്തം ഇന്ന് നിന്നിലേക്ക് ഒഴുകുമ്പോൾ നിന്റെ തഴക്കദോഷത്തിലെ
ദുഷ്ടാരൂപികളെ പറിച്ചു നിൽക്കുന്നു. ഈ രക്തം നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ, ഈ രക്തത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒരു സന്യാസി ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. ഏതോ ഒരു വ്യക്തി എവിടെയോ ഇരുന്ന് കുറ്റബോധത്തിൽ വേട്ടയാടപ്പെടുന്ന ആ വ്യക്തിയെ ദൈവം ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഏത് ടൈം ഫ്രെയിമിൽ, ഏത് ടൈം സോൺ എന്ന് എനിക്കറിയാൻ മേല. ഈശോ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. തിരുരക്തത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ വ്യാപരിച്ചിറങ്ങും. ഹൃദയത്തിനകത്തുനിന്ന് കല്ലുരുട്ടിയ പോലത്തെ കല്ലുരുട്ടി എടുത്ത് വെച്ച പോലത്തെ ആ സംഭവത്തിനകത്തുനിന്ന് ദൈവം നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. മാർത്തയെ പോലെ വ്യഗ്രചിത്തയാകാനല്ല, മറിയത്തെ പോലെ ഈശോയുടെ കൃപ സ്വീകരിക്കുന്ന വ്യക്തിയെ ദൈവം പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ എന്ന് വിളിക്കുന്നു. ദൈവം വിളിക്കുവാണ്. എന്നാൽ കൃപയെ നമുക്ക് സ്വീകരിക്കാം, ഈശോയുടെ കൃപയെ സ്വീകരിക്കാം. ആ തിരുരക്തത്തിന് വലിയ അഭിഷേകം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു. ഓരോ ഭവനങ്ങളിലേക്കും ആ തിരുരക്തത്തിന് അഭിഷേകം കടന്നു വരും. ആ തിരുരക്തം എല്ലാ ശാപങ്ങളും നമ്മളെ മോചിക്കുന്നു. തിരുരക്തം എല്ലാ നിനക്കെതിരെ പിശാചിന്റെ വാദങ്ങളെ ആ തിരുരക്തം തകർക്കുകയാണ്. തിരുരക്തത്തിന്റെ കോട്ടയിൽ ആര് സംരക്ഷിക്കപ്പെടുന്നു, ആ തിരുരക്തത്തിന്റെ കോട്ടയിൽ ആര് പൊതിയപ്പെടുന്നു, ഈശോയുടെ തിരുരക്തം ഒരു വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചിന്തയിൽ നെഗറ്റീവായ ചിന്തകൾ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം: എന്റെ ഈശോയെ, അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക്, കർത്താവിന്റെ ശിരസിലേക്ക് മുള്ളുകൾ നിറഞ്ഞ കിരീടം കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ ആ ശിരസിൽ നിന്ന് രക്തം ഒഴുകിയിറങ്ങി അല്ലേ? ആ ശിരസിൽ നിന്ന് രക്തം ഒഴുകിയിറങ്ങി. ആ രക്തത്തിനകത്ത് നിന്റെ വിടുതലായിരുന്നു. നിന്റെ മനസ്സിലെ ആ ചിന്തകളെ ഈശോയുടെ മുൾക്കിരീടം ഏറ്റെടുക്കുമ്പോൾ ആ തിരുരക്തത്തിലൂടെ നീ വിശദീകരിക്കപ്പെടുകയാണ്. നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ഭവനത്തിൽ നീ ഒറ്റപ്പെടുന്ന സമയത്ത് ഈശോയുടെ തിരുരക്തത്തെ ഞാൻ ആശ്രയിക്കുന്നു, എന്നെ മുദ്രയിടുന്നു, എന്നെ കഴുകണമേ, എന്നെ പൊതിയണമേ എന്ന് പറയുമ്പോൾ ആ തിരുരക്തം വന്ന് നിന്നെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുക, വലയം ചെയ്യുകയാണ്. പിശാചിന് നിനക്കെതിരെയുള്ള പദ്ധതികളിൽ നിന്ന് നിന്നെ ആ ഈശോയുടെ തിരുരക്തം സംരക്ഷണ വേലി കെട്ടി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സംരക്ഷണ വേലി കെട്ടി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈശോയുടെ തിരുരക്തം. നിനക്ക് ചുറ്റും സംരക്ഷണത്തിന് ഒരു വേലി കെട്ടി ഈശോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കാരണം വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന് ശത്രുക്കളുണ്ട്. നമ്മൾ നേരത്തെ ദൈവത്തിന് ശത്രുവായിരുന്നു. റോമാലേഖനം 5 നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണവുമായി ദൈവവുമായി രമ്യതപ്പെട്ടെങ്കിൽ നമ്മൾ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ നിമിത്തം രക്ഷ പ്രാപിക്കുമെന്നതും തീർച്ച. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ജീവൻ എവിടെയാ? രക്തത്തിലാ. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യണം. അതുകൊണ്ടാണ് ഹോളി കമ്മ്യൂണിയൻ എന്നുള്ളത്. യേശുവിന്റെ തിരുശരീരമാണ്, തിരുരക്തമാണ്. ആ രക്തത്തിലൂടെ നമ്മൾ ജീവൻ രക്ഷ പ്രാപിക്കും. കണ്ടോ? ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കും. വേറെ ഒരു വഴിയുമില്ല. ഹോളി കമ്മ്യൂണിയൻ നമ്മൾ ഏത് രീതിയിൽ ഹോളി കമ്മ്യൂണിയൻ, അതായത് നമ്മൾ ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പള്ളികളിൽ നടക്കുന്ന ശുശ്രൂഷ, അവര് ചണ്ടയൊക്കെ കൂട്ടി ഡാൻസ് കളിച്ച് ആരാധിക്കും ഈശോനെ. അങ്ങനെ ആരാധിക്കുമ്പോൾ അവിടുത്തെ പള്ളികളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? അവിടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ബ്രസീലില് അവരുടെ രീതികളുണ്ട്, ലാറ്റിൻ ചർച്ചിന് രീതികളുണ്ട്, സീറോ മലബാറിന് വ്യത്യസ്ത രീതികളുണ്ട്. ഏത് രീതി എന്നുള്ളതല്ല, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും, പോളണ്ട് ആകട്ടെ, പോർച്ചുഗൽ ആകട്ടെ, ഇറ്റലി ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ബ്ലാക്ക് ആകട്ടെ, വൈറ്റ് ആകട്ടെ, അമേരിക്കൻ ആകട്ടെ, ഇന്ത്യൻ ആകട്ടെ, ചൈനീസ് ആകട്ടെ, ഏത് രീതിയിൽ, തമിഴ് ആകട്ടെ, കന്നഡ ആകട്ടെ, മലയാളമാകട്ടെ, ഏത് രീതിയിലാണെങ്കിലും യേശുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തിയിൽ ഒരു വ്യക്തി ആശ്രയിക്കുമ്പോൾ ആ തിരുരക്തത്തിന്റെ അഭിഷേകമാണ് നമ്മളെ എല്ലാ വിടുതലിലേക്കും നയിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ എന്നെ പൊതിയണമേ. പറഞ്ഞേ, ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വലതുകരം നിങ്ങളുടെ ശിരസിലോട്ട് വെച്ചിട്ട് പറഞ്ഞേ, യേശുവേ, അവിടുന്ന് ചിന്തിയ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തി കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. യേശുവേ, ഈ തിരുരക്തത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു അടയാളം നൽകണമേ. പറഞ്ഞേ, ഈശോയെ, ഈ തിരുരക്തത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ എനിക്ക് ഇപ്പോൾ ഒരു അടയാളം നൽകണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് ഇപ്പോൾ ഒരു അടയാളം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എനിക്കൊരു അടയാളം നൽകണമേ. ഈ സഹോദരൻ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വർഗം തുറന്ന് ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവമേ, എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമേ, സകലം സൃഷ്ടിച്ച ദൈവമേ, അവിടുന്ന് എനിക്ക് അടയാളം നൽകണമേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, പുതിയ ഉടമ്പടിയുടെ ശക്തി, പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം തന്റെ പുത്രന്റെ മരണത്തിലൂടെ ഈ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ ഞങ്ങളെ കാണിക്കണമേ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച സൗരങ്ങളെ പ്രാർത്ഥിച്ച് ഈശോയുടെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. വലിയ അഭിഷേകം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന.
സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം. ഈശോയെ സ്വാസ്ഥ്യം ഇന്നത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തന്നെ ഈശോയുടെ തിരുരക്തത്തിന്റെ ആ റെവലേഷൻ കുറെ പേർക്ക് വ്യക്തമായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇന്നത്തെ ശുശ്രൂഷയില് പങ്കെടുത്ത 2-3 പേരെ കർത്താവ് യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയുടെ പ്രാധാന്യത്തെയും അതുപോലെ തന്നെ ഈ തിരുരക്തത്തിന്റെ ക്ലാസ്സുകൾ, ഇന്ന് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കർത്താവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. കർത്താവ് ഗൈഡ് ചെയ്ത് നിങ്ങളെ ശുശ്രൂഷിപ്പിക്കും. അതിനുള്ള ഒരു അഭിഷേകം ദൈവം നിങ്ങളിലേക്ക് പകർന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കർത്താവിന്റെ ശക്തി നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. ഹല്ലേലൂയ, ഈശോ ആരാധന. അപ്പം കർത്താവ് ഈ ഒരു ശുശ്രൂഷകളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഈശോയോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇത് കർത്താവിന്റെ നിയോഗപ്രകാരം നടക്കുന്ന ശുശ്രൂഷയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു ഒരു ഓപ്പണിംഗ് ഉണ്ട്. നിങ്ങളെ ദൈവം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് കൂട്ടായ്മ ശുശ്രൂഷ ചെയ്താലും അവിടെ ഈശോയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ തിരുരക്തത്തിന്റെ ക്ലാസ് ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഈ ഡീറ്റെയിൽ ആയിട്ട് ഇത് കേട്ടത്, പക്ഷെ ഇതിനകത്ത് കേട്ടോണ്ടിരുന്നപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് കടന്നു വന്ന ആത്മാവിന്റെ ശക്തി തന്നെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന 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 ആരാധന. യേശുവെ നന്ദി, യേശുവെ നന്ദി. നിങ്ങൾ സംശയിക്കുക, നമ്മൾക്ക് പലപ്പോഴും സംശയ ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കാറുണ്ട്. നമ്മൾ ഈശോയുടെ രക്തത്തിന്റെ ശക്തിയിൽ സംശയിക്കും. ആ രക്തത്തിനകത്താണ് ജീവൻ, ദൈവിക ജീവൻ ഇരിക്കുന്നത്. ആ രക്തത്തിലൂടെയാണ് അത് വചനം പറയുന്നത്. തിരുരക്തത്തിൽ ദൈവത്തിന്റെ രക്തം ചിന്താതെ പാപമോചനമില്ല. ഈശോ രക്തം ചിന്തിയത് നമുക്ക് പാപം മോചിക്കപ്പെടും, പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ഡെലിവറൻസ് കിട്ടുന്ന പാപത്തെ നശിപ്പിക്കുവാൻ വന്നവൻ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പം പാപമോചനം എന്ന് പറയുന്നത് എന്താ? പാപത്തിൽ നിന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടുവാണ്. ഡെലിവറൻസ്, ഹല്ലേലൂയ. പാപത്തിൽ നിന്നുള്ളൊരു ഡെലിവറൻസ് ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ സംഭവിക്കുകയാണ്. ആ സമയത്ത് ഡെലിവറൻസ് കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു അഭിഷേകം വരുവാണ്. ഇന്ന് ആ ഒരു വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് ഇപ്പോൾ ഈശോ അയക്കുന്നുണ്ട്. ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഈശോയുടെ തിരുരക്തം ഇങ്ങനെ ഒഴുകി നമ്മളിങ്ങനെ കഴുകി ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എന്നാ പറഞ്ഞ തല മുതൽ കാല് വരെ രക്തം കൊണ്ട് ഇങ്ങനെ ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ മുകളിലേക്ക് ആത്മാവാകുന്ന ദൈവം എന്ന് വരികയാണ്. ആത്മാവാകുന്ന ദൈവം നിങ്ങളിൽ വരുമോ? ആത്മാവാകുന്ന ക്രിസ്തുവാണ്. ഈശോ ജോർദാൻ നദിയില് സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. അവിടെ ഇപ്രകാരം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലത്തെ ഒരു അനുഭവം ഇന്ന് ചില വ്യക്തികൾ വീടിനുള്ളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം. അവിടെ ഈശോയുടെ ആത്മാവിന്റെ ശക്തി ഇതാ നിങ്ങളിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ശിരസ്സ് മുതൽ പാദം വരെ നിങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ ഉള്ളിലെ ഭാരങ്ങളെ ഈശോ എടുത്തു മാറ്റുന്നു. വലിയ അഭിഷേകം കൊണ്ട് സ്വർഗം ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അമ്മ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരും സ്വർഗീയ സൈന്യം ദൂതഗണങ്ങൾ കടന്നു വന്ന് ഈശോയുടെ വലിയ അഭിഷേകം, ഈശോയുടെ ആത്മാവിന്റെ ശക്തി ഓരോ മക്കളെ തൊടുന്നതിനായി നന്ദി പറയുന്നു. ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മകൾ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും കർത്താവ് ഇന്ന് ഈ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ many deliverances have taken place. We give you glory, praise and honor in the mighty and matchless name of Lord Jesus Christ.